ദൈവസന്നിധിയിൽ എടുത്ത ചില തീരുമാനങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളെ വരെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശക്തിയും കഴിവും ഉണ്ട്. ദൈവസന്നിധിയിൽ എടുക്കുന്ന, പ്രാർത്ഥനയോടെ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനുഗ്രഹമുള്ള ഒരു ഉത്തരവുണ്ട്. ആമേൻ. ബൈബിളിലൂടെ അത് ഞാൻ പറയാം. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നേന്ന്. ഈ ചൂടും ആവിയും പരവേശമുള്ള സ്ഥലത്ത് നിങ്ങൾ ത്യാഗത്തോടെയാ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നതെന്നറിയാൻ പറ്റും. ആ ഹാളിനകത്തുള്ള ചൂടിയ ഈ അൾത്താരയിലുണ്ട്. ഒത്തിരി പരിമിതികളുള്ളൊരു സ്ഥലം തന്നെയാണ്. എങ്കിലും നിങ്ങൾ എത്രയോ ആഗ്രഹത്തോടെയാണ്, കൊതിയോടെയാണ് പ്രാർത്ഥിക്കുന്നത്, പാടുന്നത്. കാര്യം ഒത്തിരി അസൗകര്യങ്ങളുണ്ടെങ്കിലും ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വീടാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു വീട്. കാര്യം എൻ്റെ വീടങ്ങ് ട്രിവാൻഡ്രത്താണ്, എൻ്റെ വീട് കാസർഗോഡാണ്, എൻ്റെ വീട് വയനാടിൻ്റെ അങ്ങറ്റത്താണ്, എൻ്റെ വീട് കോഴിക്കോടാണ്, എൻ്റെ വീട് തൃശ്ശൂരാണ്. എവിടെയാകട്ടെ, ഇത് നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ സങ്കടങ്ങളെ, വേദനകളെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ദൈവസ്നേഹത്തിൻ്റെ വീടാണിത്. ഒരു പാട്ടിൻ്റെ 2 വരിയുണ്ട്. ഉപയോഗിക്കണേ ഇനിയും എന്നെ. ഈ ആലയത്തെ അനേകർക്ക് വെളിച്ചം കൊടുക്കാൻ, വചനം കൊടുക്കാൻ ഒരുപാട് സൂര്യന്മാരെ സൃഷ്ടിച്ച സ്ഥലമാണ്. വെളിച്ചം കൊടുക്കുന്ന അനേകം സൂര്യനുകൾ, വെളിച്ചത്തെ കൊടുക്കുന്ന, വചനം കൊടുക്കുന്ന അനേകം സൂര്യനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്, ഉപയോഗിക്കണേ. ലോകം മുഴുവൻ വചനം കേൾക്കുന്നവരെയും അകത്തും പുറത്തുമായിരുന്നു ഈ വചനം കേൾക്കുന്ന ശ്രേഷ്ഠരായ നിങ്ങളെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് പാടി പ്രാർത്ഥിക്കുവാണ്. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉപയോഗിക്കണേ. എന്ന് പറയാമോ? ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. ചേർന്ന് പാടിയേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. നിൻ സാന്നിധ്യം യേശുവേ, നിൻ സാന്നിധ്യം യേശുവേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാധിക്കുന്നിടത്തോളം ഓരോ വ്യക്തികളും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. കണ്ണുനീർ താഴ്വരയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ജീവിതമെന്ന് കടന്നു പോകുന്നവരുണ്ട്. ഏറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ താഴ്വര. ബൈബിളിൽ ഒരു വാക്കുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. ജീവിതത്തിൽ ചിലരങ്ങനെയാണ്. ഒരുപാട് പേർ കണ്ണുനീരോടെ ദൈവത്തെ വിളിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയല്ല, ഇപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രോഗ്രാമേ അല്ല, ഇതൊരു ദൈവ ശുശ്രൂഷയാണ്. ഒരു സ്ഥലത്ത് ഒരു വലിയ 3-4 നിലയുള്ള ബിൽഡിംഗ് ആണ്. അപ്പോഴാണ് പറയുന്നത് അതൊരു വൃദ്ധമന്ദിരമാണെന്ന്. വൃദ്ധമന്ദിരം, ഇത്രയും വലിയ വൃദ്ധമന്ദിരമോ? അത് ആളുകൾ പൈസ കൊടുത്ത് വൃദ്ധരായ ആളുകളെ താമസിപ്പിക്കുന്ന ഹൈടെക് വൃദ്ധമന്ദിരമാണെന്ന്.
ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ കാണുന്നതാണ്. അമ്മമാരെ, അപ്പച്ചന്മാരെ നടത്തിക്കാൻ ഒരാൾ, കുളിപ്പിക്കാൻ ആൾ, പല്ല് തേക്കാൻ ആളുകൾ, ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ ആൾ. അപ്പോൾ ഇവരാരൊക്കെയാ? മക്കൾ വല്ലതുമാണോ? അപ്പോൾ അവർ പറഞ്ഞു, അല്ല, മക്കളുടെ സ്ഥാനത്ത് ആരൊക്കെയോ. മക്കളൊന്നും നോക്കുന്നില്ല, അവർ കുറേ പൈസ കൊടുത്തിട്ടുണ്ട്. മക്കളുടെ സ്ഥാനത്ത് ആരൊക്കെയോ, അന്യരായ ആരൊക്കെയോ ഇന്ന് മക്കളുടെ സ്ഥാനത്ത് അവർ കരയുന്നു, സങ്കടപ്പെടുന്നു, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ചേർന്ന് പാടുവാണ്. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം മലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനേ കാര്യം നടത്തിത്തരും, കാര്യം നടത്തി. നന്നായി നിങ്ങൾ പാടുന്നുണ്ടല്ലോ, ചേർന്ന് പാടി. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം മലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനേ കാര്യം നടത്തി. അതുകൊണ്ട് പ്രാർത്ഥനയോടെ പാടാം. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും കാര്യം നടത്തി തരും, കാര്യം നടത്തും വരെ നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ, നിന്നോടു കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നീനക്കാൽ കൂരിരുൾ ഇരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നീനക്കാൽ. അതുകൊണ്ട് ആ കരം ഉയർത്തി പറഞ്ഞേ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ, നിന്നോടു കൂടെ ഞാനുണ്ട്. ഞാനുണ്ട് അന്ത്യം. എല്ലാവരും ചേർന്നൊന്ന് പാടാമോ? നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട്, ഞാനുണ്ട് അന്ത്യം വരെ. കാര്യം നടത്തി തരും. നല്ല തമ്പുരാൻ കാര്യം നടത്തി തരും. നല്ല തമ്പുരാൻ നിനക്ക് ഈ കാര്യം നടത്തി തരും. നല്ല തമ്പുരാൻ നല്ല കാര്യം എനിക്ക് നടത്തി തരും. ഇങ്ങനെ വിശ്വസിച്ചേ, നല്ല തമ്പുരാൻ ഈ കാര്യം എനിക്ക് നടത്തി തരുമെന്ന് പറഞ്ഞേ. നല്ല തമ്പുരാൻ ഈ കാര്യം ഭംഗിയായി എനിക്ക് നടത്തി തരും. നല്ല തമ്പുരാൻ ഈ കാര്യം ഭംഗിയായി എനിക്ക് നടത്തി തരും. ഭംഗിയായി എനിക്ക് നടത്തി തരും. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നു. പ്രിയപ്പെട്ട ജോൺസൺ അച്ഛനെ ഓർക്കുന്നു, പ്രിയപ്പെട്ട സിസ്റ്റർമാരെ ഓർക്കുന്നു, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ ഊട്ടി രൂപതയിലെ
ചേരങ്കോട് പള്ളിയിലെ വികാരി അച്ഛനാണ്. അച്ഛനും ഇന്നലെ മുതൽ ഈ ശുശ്രൂഷയിൽ സ്നേഹത്തോടെ ഒരു കുടുംബം എന്ന പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന് മലയാളം അത്ര അറിയില്ലെങ്കിലും മലയാളം അച്ഛന് മനസ്സിലാവുകയും അത്യാവശ്യം പറയുകയും ചെയ്യും. അച്ഛൻ തമിഴ് നന്നായി കൈകാര്യം ചെയ്യുന്ന അനുഗ്രഹീത വൈദികനാണ്. ഈ ആലയത്തിലെ ശുശ്രൂഷകളെ സ്നേഹത്തോടെ കാണുന്ന അനുഗ്രഹീത വൈദികനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അച്ഛൻ്റെ ചേരങ്കോട് ഇടവക അനുഗ്രഹീതമായൊരു ദേവാലയമാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു തീർത്ഥാടനം പോലെയൊരു സ്ഥലമാണ്. അച്ഛനെയും അച്ഛൻ്റെ ഇടവകയും അച്ഛൻ്റെ ആരോഗ്യത്തെയും ശുശ്രൂഷകളെല്ലാം ഓർക്കുന്നു. അച്ഛൻ്റെ ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ളവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളെ സന്തോഷത്തോടെ കാണുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3-ാം വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. പാട്ടുകാരൻ പാടിയതുപോലെ കണ്ണുനീർ കണ്ടവൻ എൻ്റെ കാര്യം നടത്തിത്തരുന്ന ആ പാട്ടുകാരൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ കാര്യം നടത്തിത്തരുന്ന ഒരു ദൈവ സാന്നിധ്യോടെ ഉള്ളതുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് സഹിച്ച് പലരും ഇതിനകത്തിരിക്കുന്നത് പോലും. ഇതിനകത്തിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. നല്ല ബുദ്ധിമുട്ടുണ്ട്. എത്ര ഫാൻ വെച്ചാലും മതിയാകത്തില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഇരിക്കുന്ന ഈ ഇരിപ്പിൽ തന്നെ ഒരു ത്യാഗമുണ്ട്, ഒരു കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് കാണുന്നൊരു ദൈവം കാര്യം നടത്തി തരുമെങ്കിലോ, കാര്യം നടത്തി തരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നത്. എന്നെ കാണാൻ വന്ന ഒരു കുടുംബം ഇങ്ങനെ പറഞ്ഞു, ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, അച്ചോ ലാസർ ഒരു പ്രാവശ്യമേ മരിച്ചിട്ടുള്ളൂ, ഒരു പ്രാവശ്യം മരിച്ചു, ഒരു പ്രാവശ്യമേ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ എത്ര പ്രാവശ്യം ഞങ്ങളെ ജീവിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്നറിയാവോ? അക്ഷരാർത്ഥത്തിലല്ല മരിച്ചത്, മനസ്സുകൊണ്ട് ചിലപ്പോൾ മരിച്ചു പോകും. പാട്ട് ഇപ്പോൾ പാടിയതുപോലെ ക്രൂരമാം ശോധന വരുമ്പം, അതിൻ്റെ വേറൊരു വാക്ക് ഭയങ്കര പരീക്ഷണം വരുമ്പോൾ, പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായ സംഭവങ്ങൾ നടക്കുമ്പോൾ, ക്രൂരമാം ശോധനയിൽ നമ്മുടെ മനസ്സ് ചത്തുപോകും, ഇടിഞ്ഞു പോകും. അപ്പോൾ അവർ പറയുക, പല പ്രാവശ്യവും ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു സ്ഥലമാണിത്. ഇന്നും ഒരുപക്ഷെ ആരൊക്കെയോ ഉയർത്തെഴുന്നേൽക്കാൻ ഇടവരും. എവിടെ നിന്നൊക്കെയോ ഉയർത്തെഴുന്നേൽക്കാനാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നത്. ചിലരെ ഉന്തിത്തള്ളി കൊണ്ടുവന്നു, ചിലരെ ആരൊക്കെയോ നിർബന്ധിച്ച് കൊണ്ടുവന്നു. ഒരാളെന്നെ കണ്ടപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞു, എൻ്റെ ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഈ ഗേറ്റ് വരെ ഇവിടെ വരുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ മുതൽ എന്തെന്നില്ലാത്തൊരു സമാധാനം എനിക്കുണ്ട്, എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങുവാണ്. ലാസറിനെ ദൈവം ഒരു പ്രാവശ്യമാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചതെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോയ, തകർന്നുപോയ, പാളിപ്പോയ ആരെയൊക്കെയോ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സ്ഥലമാണ്. നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവവചനം പറയുന്നൊരു കാര്യമാണ്. ദൈവവചനത്തിലൂടെ ദൈവസന്നദ്ധിയിലെടുക്കുന്ന, പ്രാർത്ഥനയോടെ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനുഗ്രഹമുള്ള ഒരു ഉത്തരവുണ്ട്. ആമേൻ. ബൈബിളിലൂടെ അത് ഞാൻ പറയാം. ദൈവസന്നദ്ധിയിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനുഗ്രഹമുണ്ട്. ആമേൻ. ഞാനത് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18 മുതലുള്ള വാക്യമാണ്. സുപരിചിതമായ വാക്യമാണ്. ഒന്ന് വായിക്കുകയാണ്. ഇത് ആരുടെ തീരുമാനമാണെന്നറിയാമോ? ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ 4 തീരുമാനമാണ്. എത്ര തീരുമാനം? 4 ഡിസിഷൻ അല്ല, ഡിറ്റർമിനേഷൻ. രണ്ടും 2 വാക്കാണ്. ഡിസിഷൻ, തീരുമാനം. ഡിറ്റർമിനേഷൻ, തീരുമാനം എന്ന വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ അത് ഉറച്ച തീരുമാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിസിഷൻ അല്ല, ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം. അങ്ങനെ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനമാണ് 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. 15-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ എഴുന്നേറ്റ്
എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഇതൊരു തീരുമാനമാണ്. ആരെടുത്ത തീരുമാനം? തീരുമാനമെടുക്കുമ്പോൾ പുള്ളിയുടെ ഡ്രസ്സ് ഞാൻ പറയാം. മുഷിഞ്ഞ വസ്ത്രം, ചെളി പുരണ്ട വസ്ത്രം, കുളിക്കാതെ വേർത്ത് കുളിച്ചതിക്കുന്ന ഒരു ശരീരം, വൃത്തിയുള്ള ഒന്നുമില്ല, സുഗന്ധത്തിന് പകരം ദുർഗന്ധം, സ്പ്രേയുടെ മണമൊന്നും ആ ശരീരത്തില്ല. പന്നിക്കൂട്ടിൽ ചെളിയുള്ള വസ്ത്രം, വിയർത്ത ശരീരം, കുളിക്കാത്ത ശരീരം, വൃത്തിയില്ലാത്ത ഡ്രസ്, ഇതെല്ലാം എടുത്തൊരു മനുഷ്യൻ തീരുമാനിക്കുക. ഒന്നാമത്തെ തീരുമാനം, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക്. ഒന്നാമത്തെ തീരുമാനത്തിന് ദൈവസന്നിധിയിൽ ഒരു ഉത്തരവുണ്ടായി. വാക്യം, അടുത്ത വാക്യം. 4 തീരുമാനം എടുത്തത്. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. രണ്ടാമത്തെ തീരുമാനം. ഒന്നാമത്തെ തീരുമാനം, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും. 2, ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറയും. മൂന്നാമത്തെ കാര്യം, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. മൂന്നാമത്തെ തീരുമാനം, ഞാൻ അതിന് യോഗ്യതയില്ലാത്തവനാണ്. 4ാമത്തെ തീരുമാനം, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. 4 തീരുമാനമാണ് പുള്ളി എടുത്തത്. 4 തീരുമാനം. ഈ 4 തീരുമാനത്തിനും അനുഗ്രഹം കിട്ടി. അത് വായിക്കുന്നത് എങ്ങനെയാണ്? 22ാമത്തെ വാക്യം. ഒന്നാമത്തെ തീരുമാനത്തിന് കിട്ടിയ അനുഗ്രഹവാ. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം. അവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ തീരുമാനമെടുത്തപ്പം ജീവിതത്തിലേക്ക് കയറി വന്നത് മേൽത്തരം വസ്ത്രം. ഒന്നാമതെടുത്ത തീരുമാനത്തിന് ഒന്നാമത്തെ അതേ സ്ഥാനത്ത് അപ്പുറത്തൊരു അനുഗ്രഹം കയറി വന്ന ദൈവസന്നിധിയിൽ നിങ്ങളെടുക്കുന്ന തീരുമാനത്തിന് ഒരു അനുഗ്രഹത്തെ കൊണ്ടുവരാൻ കഴിയും. ആമേൻ. നമ്മളിങ്ങനെയായ വാക്യത്തിലൊരു പ്രത്യേകതയുണ്ട്. ഏത് വസ്ത്രമെന്നാണ്? മേൽത്തരം വീഞ്ഞ്, മേൽത്തരം വസ്ത്രം. അപ്പുറത്ത് ആ തുണി അലക്കിയിട്ടിരിക്കുന്ന അവിടെ എവിടെയെങ്കിലും നല്ല ഡ്രസ്സുണ്ട്, ഒരെണ്ണം എടുത്തുകൊണ്ട് ഒന്ന് പുള്ളിക്ക് കൊടുക്കടാ എന്നല്ല പറഞ്ഞത്. അങ്ങ് അപ്പുറത്ത് മേൽത്തരം വസ്ത്രങ്ങളൊക്കെ ഇരിക്കുന്നത് അലമാരിയിലാണ്. ദാസന്മാരോട് പറഞ്ഞു, അങ്ങ് അകത്തെ മുറിയിൽ അലമാരിക്കാത്തിരിക്കുന്ന ആ മേൽത്തരം വസ്ത്രം ഇങ്ങ് കൊണ്ടുപോവാ. ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിന് നിന്റെ മേൽ വരുന്ന ഒരു മേൽത്തരം അനുഗ്രഹമുണ്ട്. ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ വയനാട്ടിൽ അനുഗ്രഹയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. അവിടെ വന്ന് ഒരു ദിവസം വചനം കേൾക്കണം. നിങ്ങളിവിടെ ഇരുന്ന നിയോഗം ഒന്ന് എഴുതി ഒരു ദിവസം എനിക്കവിടെ പോയി ആ തീരുമാനത്തിന് അപ്പുറത്തൊരു അനുഗ്രഹം ഉണ്ടെന്ന് കൂട്ടിക്കോ. ദൈവസന്നദ്ധയിൽ നിങ്ങൾ ആഗ്രഹിച്ച് വന്നവരാണ്, റിസ്ക് എടുത്ത് വന്നവരാണ്, പ്രതീക്ഷയോടെ വന്നവരാണ്, ആഗ്രഹത്തോടെ വന്നവരാണ്. അതിനൊരു പ്രതിഫലം ദൈവം തരാതിരിക്കില്ല. ദൈവസന്നദ്ധയിൽ എടുക്കുന്ന ഓരോ നല്ല തീരുമാനത്തിനും ഒരനുഗ്രഹമുണ്ട്. ചിലർ തീരുമാനിച്ചു, ഇനി ഞാൻ പഴയ പോലെ ജീവിക്കത്തില്ല, എൻ്റെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുത്തണം, ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, ഇങ്ങനെ പോയാൽ എൻ്റെ ജീവിതം കൈവിട്ടു പോകും, ഇങ്ങനെ പോയാൽ എൻ്റെ കുടുംബം കൈവിട്ടു പോകും, ഇങ്ങനെ പോയാൽ എൻ്റെ ഭാവി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ആ എടുത്ത് ഈ മണ്ണിൽ കാല് ചവിട്ടിയപ്പോൾ ചില തീരുമാനമെടുക്കാൻ ദൈവം നിന്നെ കൊണ്ട് തോന്നിച്ചോ? എന്തോ മേൽത്തരമായത് നിന്റെ ജീവിതത്തിൽ വരാനുണ്ടെന്നാ എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ദൈവം നിന്നെ അങ്ങനെ തോന്നിപ്പിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ ആരും പറയാതെ തോന്നിയോ ഒന്ന് പോണം, ഒന്ന് പ്രാർത്ഥിക്കണം, അവിടെ പോയി കുറച്ച് വചനമൊക്കെ കേട്ടൊന്ന് ആരാധിച്ച് ഉച്ചയോടുകൂടി തിരിച്ചു വരണം തോന്നിയോ? എന്തോ മേൽത്തരമായത് നിന്റെ വീട്ടിലോ നിന്റെ പ്രിയപ്പെട്ടവരിലോ എവിടെയോ മേൽത്തരമായത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് അധികം വൈകാതെ നിന്റെ കയ്യിൽ വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇവിടെ വന്ന് നിങ്ങൾ ഇരുന്ന് അകത്തോ പുറത്തോ ഈ ശബ്ദപരിധിക്കുള്ളിലോ ഇങ്ങനെ വിശ്വസിച്ച് എന്തോ മേൽത്തരമായത് എൻ്റെ ജീവിതത്തിൽ വരാനുണ്ട്, എന്തോ മേൽത്തരമായത്. ഈ പ്രാർത്ഥന ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, കുറവുള്ള പ്രാർത്ഥന പോലും ദൈവം എത്ര കാര്യമായിട്ട് അംഗീകരിച്ചെന്നോർത്ത്. പുള്ളി എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? നമ്മളൊക്കെ നല്ല കുളിച്ച് ഫ്രഷായി തേച്ചും എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. ധൂർത്തപുത്രം വന്നത് മുഷിഞ്ഞ വസ്ത്രം, ചെളി പുരണ്ട വസ്ത്രം, കുളിക്കാത്ത ശരീരം, വിയർത്ത ശരീരം, സ്പ്രേയുടെ സുഗന്ധത്തിന് പകരം ദുർഗന്ധമുള്ള അവസ്ഥ. ആ പ്രാർത്ഥന പോലും ഒരു കാര്യം പറയാം, പ്രാർത്ഥനയോടെ വന്നവനെ എങ്ങനെയാ സ്വീകരിച്ചെന്നറിയാവോ? പിതാവ് ഓടിച്ചെന്നവനെ
കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന. ഇതെന്തിനാ എഴുതിയിരിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ദൈവം എങ്ങനെയാ കാണുന്നത് എന്ന് പഠിപ്പിക്കാനാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ദൈവം എങ്ങനെയാ കാണുന്നത്? പ്രാർത്ഥിക്കുന്ന എന്നെ നാട്ടുകാർ കാണുന്ന അവന് പടിയില്ലാഞ്ഞിട്ട് പോവാന്നായിരിക്കും. പ്രാർത്ഥിക്കുന്ന എന്നെ എൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബക്കാർ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. പ്രാർത്ഥിക്കുന്ന എന്നെ പലരും വിമർശിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന എന്നെ ദൈവം എങ്ങനെയാ കാണുന്നത്? പ്രാർത്ഥിക്കുന്ന എന്നെ ദൈവം എങ്ങനെയാ കാണുന്നത്? പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം ഓടിച്ചെന്ന് ചേർത്ത് പിടിക്കും. ഓടി വന്ന് നിന്നെ ചേർത്ത് പിടിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്നെ എങ്ങനെയാ ദൈവം കാണുന്നതെന്നാ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഇങ്ങനെ വിശ്വസിച്ച് ഒറ്റ തീരുമാനം എടുത്തുള്ളൂ, ഒരേ ഒരു തീരുമാനം. ആ തീരുമാനത്തെ അപ്പുറത്തൊരു അനുഗ്രഹം അവിടെ കയറി വന്നു. നിങ്ങളും പ്രാർത്ഥിക്കാൻ എടുക്കുന്ന തീരുമാനം, വചനം കേൾക്കാൻ എടുക്കുന്ന തീരുമാനം. ചിലർ പറയും മദ്യപാനമൊക്കെ നിർത്തുക. ആ എടുക്കുന്ന തീരുമാനം വിലയുണ്ട്. ഞാൻ ഈ മുറുക്കും ഇതൊക്കെ നിർത്തുക, ഈ സ്വഭാവം ഞാൻ മാറ്റുക, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ആ എടുക്കുന്ന തീരുമാനത്തിന് മേൽത്തരമായത് ജീവിതത്തിൽ വരാൻ സമയമാകും. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമതെടുത്ത 4 തീരുമാനം എടുത്തു, 4 അനുഗ്രഹവും പുള്ളിക്ക് കിട്ടി. ഒന്നാമതെടുത്ത തീരുമാനത്തിന് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കും, അവന്റെ മേത്തിടാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നോ നിങ്ങളുടെ വീടുകളിൽ മേൽത്തരം അനുഗ്രഹം ജീവിതത്തിൽ വരുമെന്ന്? എൻ്റെ പിള്ളേർക്ക് നല്ലൊരു ജോലിയായിട്ടായിരിക്കും ആ മേൽത്തരം വസ്ത്രം വരുന്നത്. കുടുംബ സമാധാനമായിട്ടായിരിക്കും ആ മേൽത്തരം വസ്ത്രം വരുന്നത്. ജീവിത പങ്കാളിയിൽ സംഭവിക്കുന്ന മാനസാന്തരമായിട്ടായിരിക്കും ആ മേൽത്തരം വസ്ത്രം വരുന്നത്. ഒരുപക്ഷെ അമേരിക്കയിലോ കാനഡയിലോ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞിനൊരു PR ലഭിച്ചുകൊണ്ടായിരിക്കും ആ മേൽത്തരം വസ്ത്രം വരുന്നതെങ്കിലോ, പഠിച്ച ജോലി കിട്ടുന്നതിലൂടെ ആ മേൽവസ്ത്രം വരുന്നതെങ്കിലോ ഒന്നും പറയാനൊക്കത്തില്ല. ഏത് രൂപത്തിലാണ് ആ മേൽവസ്ത്രം വരുന്നതെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ നിന്റെ മേത്ത് വന്നത് വരും. ദൈവസന്നിധിയിലെടുത്ത തീരുമാനമാണ് ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള മേൽത്തരം വസ്ത്രം എൻ്റെ മേത്ത് വന്നത്. ദൈവവചനം നിങ്ങളെപ്പോലെ ശ്രേഷ്ഠരായ ആളുകളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനുള്ള മേൽത്തരം വസ്ത്രം എടുത്ത തീരുമാനത്തിൽ നിന്നാണ് വന്നത്. വചനം വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന തീരുമാനത്തിൻ്റെ അപ്പുറത്ത് മേൽത്തരം ചില നന്മകളുണ്ട്. ആമേൻ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത വാക്ക് ഇപ്പുറത്തെടുത്ത തീരുമാനത്തിന് അപ്പുറത്ത് വന്ന അനുഗ്രഹം എഴുതി നോക്കിക്കേ. ഇവന്റെ കയ്യിൽ മോതിരവും. അല്ലല്ല, കയ്യിലിപ്പം പുള്ളി ഉള്ള മോതിരമൊക്കെ പണയം വെച്ച് കുടിച്ച് കൂത്താടി തീർത്തതാ. ഇപ്പം നഷ്ടപ്പെട്ട സ്ഥാനത്തൊരു പുതിയ മോതിരം വരുക. പുള്ളി ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു മോതിരം എൻ്റെ കൈവിരളെ വരുമെന്ന്. നിങ്ങളും ചിലതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു അനുഗ്രഹം കയറി വരും. മോതിരത്തിൻ്റെ രൂപത്തിലാണ് അത് കയറി വന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും അത് കയറി വരും. ആ മനുഷ്യൻ്റെ വിരളിൽ ഒരു മോതിരമായി അത് മാറി. എന്നതാ? അവിടെ ഇരുന്നതല്ല, എടുത്ത ചില തീരുമാനങ്ങൾ. ദൈവസന്നിധിയിൽ എടുത്ത ചില തീരുമാനങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളെ വരെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശക്തിയും കഴിവും ഉണ്ട്. ഇപ്പോൾ ആള് പഴയ ലുക്കല്ല, ലുക്കൊക്കെ മാറി, വസ്ത്രം മാറി, മോതിരം വന്നു. പിന്നെയോ കാലിൽ ചെരുപ്പും കാലിൽ ഒരു നല്ല ചെരുപ്പണിയിക്കുവിനെന്ന് പറഞ്ഞു. ഇനി 3 അനുഗ്രഹങ്ങൾ വന്നു. 4 തീരുമാനമാണ് എടുത്തത്. 4 തീരുമാനത്തിന് 4 അനുഗ്രഹങ്ങളെ കൊണ്ടുവരാൻ കഴിവുണ്ട്. ഒന്നാമത്തെ തീരുമാനത്തിന് കിട്ടിയ അനുഗ്രഹം മേൽത്തരം വസ്ത്രം, കയ്യേലൊരു മോതിരം, കാലിലൊരു ചെരുപ്പ്. പിന്നെയോ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നല്ലൊരു ഭക്ഷണം അവിടെ തയ്യാറാക്കി. പുള്ളി അപ്പുറത്ത് പന്നിക്ക് കൊടുത്ത വേസ്റ്റ്, പന്നിയുടെ തവിട് തിന്നുകൊണ്ടിരുന്നവൻ ഒരിക്കലും വിചാരിച്ചില്ല നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഇനി ഭാഗ്യവും. നല്ല ഭക്ഷണം കിട്ടുന്നതും ഒരു ഭാഗ്യമാണ്. നല്ല ഭക്ഷണം അനുഗ്രഹമാണ്. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടാവും. അവർ പറഞ്ഞ സാധാരണക്കാരാ. അവർ കരയും കടലും കടന്ന് വേറൊരു രാജ്യത്ത് പോയി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നല്ല രുചിയുള്ള ഭക്ഷണം ആ രാജ്യത്തേത് കഴിച്ചു. അവർ പറയുക ഞങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല.
ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രുചിയുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അതൊരു അനുഗ്രഹമാണ്. ഇവിടെ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ അത് അനുഗ്രഹമായി വന്നു. കയ്യിലത് മോതിരമായി മാറി, കാലിൽ ചെരുപ്പായി മാറി, അത് മേൽത്തരം വസ്ത്രമായി മാറി. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചില അനുഗ്രഹങ്ങളുടെ രൂപത്തിൽ അത് മാറാൻ തുടങ്ങും. അത് വീടായി വരാൻ തുടങ്ങും, അത് ജോലിയായി വരാൻ തുടങ്ങും, അത് നന്മകളായി വരാൻ തുടങ്ങും, അത് സമാധാനമായി വരാൻ തുടങ്ങും, അത് ഉയർച്ചയായി വരാൻ തുടങ്ങും. അത് പല രൂപത്തിലും ജീവിതത്തിൽ വരും. വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ഇത്ര അനുഗ്രഹം കയറി വന്നത്? ഒരു പ്രാർത്ഥനക്കാരൻ്റെയും പ്രാർത്ഥന കൊണ്ടല്ല, ഒരു റവറൻ ഫാദറിൻ്റെയോ റവറൻ സിസ്റ്ററിൻ്റെയോ പ്രാർത്ഥന കൊണ്ടല്ല, ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ചെളിപുരണ്ട കുളിക്കാത്ത വേർത്ത ശരീരവുമായി വന്ന ഒരു ധൂർത്തപുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഇത്ര അനുഗ്രഹം അവിടെ കയറി വന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ഇതിനിരട്ടിയായ അനുഗ്രഹങ്ങളെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അയോഗ്യതയുള്ളവരാണേലും പ്രാർത്ഥനയിലൂടെ നിന്നെ യോഗ്യനാക്കുന്ന ദൈവമുണ്ട്. ഒരു കുറവും കണ്ട് ദൈവം നിന്നെ അകറ്റി നിർത്തത്തില്ല. ധൂർത്തപുത്രൻ്റേതുപോലെയുള്ള പ്രാർത്ഥനയാ കർത്താവേ ഞങ്ങളുടേതും. കുറവുള്ള പ്രാർത്ഥനകളാ ഞങ്ങളുടേതും. ശരീരത്തിന്, മനസ്സിന്, ചിന്തകൾക്ക്, ആലോചനകൾക്ക്, പ്രവർത്തികൾക്ക്, നിലപാടുകൾക്കൊക്കെയും കുറവുകളുണ്ട്. ധൂർത്തപുത്രൻ്റേതുപോലെയാ കുറവുകളുള്ള പ്രാർത്ഥനയാ എൻ്റേതും എൻ്റെ കുടുംബത്തിൻ്റെയും. പക്ഷേ കുറവുള്ള പ്രാർത്ഥനയെ പോലും സമർത്ഥമായ അനുഗ്രഹങ്ങളെ നൽകി മാനിച്ചില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ദിവസം, അതുകൊണ്ട് ആ ഒരു പാട്ട് തന്നെയുണ്ട്, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. അത് പാടുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കേട്ടെ. നിങ്ങളുടെ അവസ്ഥ എന്നതാ? നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം എന്നതാ? ഒരുപക്ഷെ ഓരോരുക്കവും ഇല്ലാതെ ആയിരിക്കും ഈ വചനം കേൾക്കുന്നത്. സാരമില്ല കുഞ്ഞെ, നിന്നെ യോഗ്യനാക്കുക ദൈവം ഇവിടെ ഇരുത്തി. സ്വർണം പോലും നിന്നെ വെടിപ്പുള്ളതും ശുദ്ധിയുള്ളതും തിളക്കമുള്ളതും ആക്കിക്കൊണ്ടിരിക്കുകയാ ദൈവം. സ്വർണം ഇന്ന് കാണുന്ന ഭംഗിയും വിലയൊന്നും പണ്ടില്ല. അതിനൊത്തിരി ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്ന് കാണുന്ന കളറും വിലയൊക്കെ വന്നത് കേട്ടോ. ഇതുപോലെ ചില പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. കണ്ണുകളെ ഒന്ന് സാധ്യമെങ്കിൽ അടച്ച്, കർത്താവെ സ്വർണം പോലെ എന്നെ ശുദ്ധീകരിക്കണമേ പറഞ്ഞ്, ധൂർത്തപുത്രനെ പോലെ കുറവുള്ള പ്രാർത്ഥനയാ എൻ്റേത്. പറഞ്ഞ്, ധൂർത്തപുത്രനെ പോലെ കുറവുള്ള പ്രാർത്ഥനയാ എൻ്റേത്. നമ്മുടെ എല്ലാം, നമ്മൾ ആരാ എല്ലാം തികഞ്ഞവർ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവും ബലഹീനതകളെയൊക്കെയുള്ള നമ്മളൊക്കെ സാധാരണ പച്ചയായ മനുഷ്യന്മാരല്ലേ? നമ്മളൊക്കെ ആരും എല്ലാം തികഞ്ഞ വലിയ പുള്ളികളൊന്നും അല്ല. പക്ഷെ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി കുറവുകളുണ്ട്. പക്ഷെ കുറവുള്ള പ്രാർത്ഥനയെക്കുറിച്ച് നോക്കിയിട്ട് ധൂർത്തപുത്രനോട് ആ പിതാവ് പറഞ്ഞോ, നീ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വാ, നീ കുളിച്ചേച്ചു വാ, ഇതെന്തൊരു കോലവാദി, നീ ഒരു ഭ്രാന്ത്, എവിടെയായിരുന്നു, വല്ല ഭ്രാന്താശുപത്രിയിൽ നിന്നും വരുവാണോ? ഒന്നും ചോദിച്ചില്ല പ്രിയപ്പെട്ട, ഒന്നും ചോദിക്കാതെ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുവെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം എങ്ങനെയാ കാണുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാധിക്കുന്നവനെ ദൈവം എങ്ങനെയാ കാണുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. പശ്ചാത്തപിക്കുന്നവനെ ദൈവം എങ്ങനെയാ കാണുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൽ ചില തീരുമാനം എടുക്കുന്നവനെ ദൈവം എങ്ങനെയാ കാണുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവസന്നിധി തീരുമാനമെടുക്കുന്നവനെ നേരെ ദൈവം ഓടി വരും. ദൈവം ഓടി വന്നവനെ ചേർത്ത് പിടിച്ചു, അകറ്റി നിർത്തുകയില്ല. പിന്നീട് ഒരിക്കലും ഇങ്ങനെയൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ പിന്നീട് എവിടെയും നീ പിറകിലായി പോകത്തില്ല, എവിടെയും പിന്നിലായി പോകത്തില്ല. നിന്റെ സ്ഥാനം ആ വീടിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തായി മാറും. എല്ലാ കണ്ണുകളും അടച്ച്, ക്ഷീണമുണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടെ. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം 4 എണ്ണമാ. 4 എണ്ണത്തിനപ്പുറത്ത് കയറി വന്നത് 4 അനുഗ്രഹമാകുഞ്ഞേ. വയനാടിൻ്റെ ഈ വലിയ മലയുടെ മുകളിൽ ഈ അറ്റത്ത് വരെ വണ്ടി ഓടിച്ചും ട്രെയിനിൽ യാത്ര ചെയ്ത് ഫ്ലൈറ്റിനുമൊക്കെ പല രീതിയിൽ വന്ന് ദൈവമേ ഇവിടെ എത്തിപ്പെടാൻ എന്തോ ഒരു പാടായത്. ഇതെത്ര ദൂരമാ. നിങ്ങൾ റിസ്ക് എടുത്ത് പടി ചവിട്ടി ഇവിടെ വന്ന് കേൾക്കുന്നത് ലോകത്തിൻ്റെ ഒരു കാര്യവുമല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. നിങ്ങളെടുത്ത തീരുമാനത്തിന് നാളെ ഒരു സമയത്ത് മേൽത്തരമായത് ജീവിതത്തിൽ കയറി വരുമെന്ന് പേർ വിശ്വസിക്കുന്നു. മേൽത്തരമായത് കയറി വരും. 2 കരം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മേൽത്തരമായത് പ്രതീക്ഷിച്ച്. ധൂർത്തപുത്രന്റെ പ്രാർത്ഥന സത്യം പറഞ്ഞാൽ കുറവുള്ള പ്രാർത്ഥനയല്ലേ? പുള്ളിയുടെ ശരീരത്തിൽ വല്ല സ്പ്രേയുടെ ഗന്ധമുണ്ടോ? പന്നിക്കൂട്ടിലെ ചീഞ്ഞ മണമാ ഈ പുള്ളിയുടെ ശരീരത്തിനും വസ്ത്രത്തിനും. ആ പുള്ളിയുടെ കയ്യിലേക്ക് ഒരു മോതിരം വിട്ടു കൊടുത്തത്, ആ പുള്ളിയുടെ കാലയില ഒരു ചെരുപ്പിട്ട് കൊടുത്തത്, ആ വ്യക്തിക്ക് വേണ്ടി ആ ഒരു പന്തൽ അവിടെ ഇട്ടത്, ആ വ്യക്തിക്ക് ദൈവം ഒരു സദ്യ ഒരുക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ പിതാവ്
അങ്ങനെയെങ്കിൽ ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ മറ്റൊരു വിധത്തിൽ നമുക്കും അനുഭവിക്കാൻ കഴിയും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാകും പ്രിയരെ എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർക്കാൻ, ശ്രേഷ്ഠമായത് ചെയ്യാൻ ദൈവം എന്നെ നിയോഗിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശരീരത്തെയും മനസ്സിനെയും ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ചില അവസ്ഥകളിൽ നിന്ന് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ചില ദൈവികമായ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ചില ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ, ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ വന്നു കയറട്ടെ, ചില ഭാഗ്യം വന്നു വരട്ടെ, ചില ഭാഗ്യം വന്നു ചേരട്ടെ, ചില നന്മകൾ ജീവിതത്തിൽ വന്നു ചേരട്ടെ, ചില അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവം എന്നെ അനുഗ്രഹിച്ചതിനൊരു അടയാളം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇത് പാടുമ്പോൾ ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിക്കേ. ഈ പാട്ട് നല്ല ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. ഇന്നലെ ഇത് പാടി പറഞ്ഞപ്പോൾ പ്രസംഗിച്ചത് മറ്റൊരു വചനമാണെങ്കിലും ഈ പാട്ട് ഇന്നലെ പാടിയായിരുന്നു. ഏതൊരു അവസ്ഥ, നമുക്കൊക്കെ ഓരോ അവസ്ഥയുണ്ട്. എനിക്കുണ്ടൊരവസ്ഥ. രാവിലെയുള്ള ഞാനല്ല 10 മണിയായപ്പം, 10 മണിക്കത്തെ അവസ്ഥയല്ല ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പം. നമ്മൾ പറയില്ല ചിലരോട്, പുള്ളിക്ക് രാവിലെ ഒരു മൂഡ്, ഉച്ചയ്ക്ക് വേറൊരു മൂഡ്, വൈകുന്നേരം പുള്ളിക്ക് വേറൊരു മൂഡ്. പുള്ളി ഓരോ സമയത്ത് ഓരോരുത്തരാണ്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് അത് നമുക്ക് എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കാൻ പറ്റത്തില്ല. രാവിലെ സന്തോഷമായിരിക്കും, ഉച്ചയ്ക്ക് ഭയങ്കര ദേഷ്യം, ഞാൻ 4 മണിയായപ്പോൾ ടെൻഷൻ. നിനക്കെന്താ ഇങ്ങനെ? ഇത് രാവിലെ ഒരാൾ, ഉച്ചയ്ക്ക് വേറൊരാൾ. കാരണം എന്നറിയാമോ? നമുക്കൊക്കെ ഓരോ അവസ്ഥയുണ്ട്. നമ്മൾ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യരാണ്. വടുവഞ്ചാലിലെ മണ്ണിൻ്റെ സ്വഭാവമല്ല അമ്പലവയലുള്ള മണ്ണ്. ഇവിടുത്തെ മണ്ണല്ല. കോഴിക്കോടേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇവിടെ കാപ്പിയും ഏലവുമാണെങ്കിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ റബ്ബറാണ്, ചരലുള്ള മണ്ണാണ്. ഇവിടുത്തെ മണ്ണല്ല അങ്ങ് ഇടുക്കി ചെന്നാൽ, ഇവിടുത്തെ മണ്ണല്ല അങ്ങ് കാസർഗോഡ് ചെന്നാൽ വെട്ടുകല്ല് കലർന്ന മണ്ണ്. ഇവിടെ വളരുന്ന അവിടെ വളരുകയില്ല, അവിടെ വളരുന്ന ഇവിടെ വളരാൻ ചിലപ്പോൾ ചൂട് കൂടുതൽ, ചിലപ്പോൾ തണുപ്പ് കൂടുതൽ. ഇവിടെ റബ്ബർ വെച്ചാൽ അത്ര ഭംഗിയാകത്തില്ല. തണുപ്പ് കൂടുതലുള്ളത് കൊണ്ട് ചീക്ക് പൊട്ടും. എന്നാൽ താഴേക്ക് മാറിയ ചൂടുള്ള സ്ഥലത്ത് റബ്ബർ നന്നായി വരും. എല്ലാം മണ്ണാണ്, പക്ഷെ പലതരം മണ്ണുകളാണ്. മണ്ണിന് തന്നെ പല സ്വഭാവമുണ്ട്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവം നനഞ്ഞെടുത്തത് മണ്ണിൽ നിന്നായോണ്ട് നമുക്കൊക്കെ പല അവസ്ഥകളുണ്ട്. നമ്മൾ പറയില്ലേ, എൻ്റെ കെട്ടിയോൻ്റെ കാര്യം ഇങ്ങനെയാണ്, പുള്ളിക്ക് രാവിലെ ഒരു മൂഡ്, ഉച്ചയ്ക്ക് വേറൊരു മൂഡ്, വൈകുന്നേരം പുള്ളി വേറൊരു മൂഡ്, രാവിലെ എഴുതി വേറൊരു ഭാഷ. എന്തുവാ ഇത്? എന്തൊരു സ്വഭാവമാണ് ഇത്? അത് നമ്മൾ മനുഷ്യരായത് കൊണ്ടാണ്. നമുക്ക് പല മണ്ണിൻ്റെ സ്വഭാവം പോലെ നമ്മളിൽ പല പല അവസ്ഥകളുണ്ട്. നമ്മുടെ അവസ്ഥകൾ കണ്ട് പലരും പിണങ്ങിപ്പോവും. നമ്മുടെ അവസ്ഥകൾ കണ്ട് പലരും ഇട്ടേച്ചു പോവും. നമ്മുടെ അവസ്ഥകൾ കണ്ട് നമ്മളോട് പലരും മുഖം വീർപ്പിക്കും. ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളുടെ അവസ്ഥ കണ്ട് ചിലപ്പോൾ ഭാര്യ വീട്ടിലേക്ക് ഇറങ്ങിപ്പോവും. ഭാര്യ ചിലപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകും. നിങ്ങളുടെ അവസ്ഥയുടെ കൂടെ ഒന്നിക്കാൻ എന്നെ കൊണ്ടാകത്തില്ല, പിള്ളേരെ എടുത്തുകൊണ്ട് അങ്ങ് പോവും. ഭാര്യയുടെ അവസ്ഥ കണ്ട് ഭർത്താവ് പറയും, എനിക്ക് നിന്നോടൊന്നും ജീവിക്കാൻ ഒക്കത്തില്ല. അവസ്ഥകൾ കണ്ട് മാറിപ്പോകും. അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പച്ചയായ മനുഷ്യരാണ്. നമുക്ക് ഓരോ അവസ്ഥകളും. പക്ഷെ പാട്ടെഴുതിയ ആള് ബൈബിളിൽ നിന്ന് എഴുതിയിരിക്കുക, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ആൻഡ് ഇംഗ്ലീഷ് യാതൊരു കണ്ടീഷൻസും കൂടാതെ, വ്യവസ്ഥകളും കൂടാതെ എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന്. അതാ പറഞ്ഞ, എത്ര കുറവുള്ളവനാണ്. വേർത്ത് ചീഞ്ഞ മണമുള്ള ശരീരവും സ്പ്രേയുടെ സുഗന്ധത്തിന് പകരം പന്നിക്കൂട്ടിലെ ചീഞ്ഞ ദുർഗന്ധം ആ പുള്ളിക്ക്. എന്നാലും ആ പുള്ളിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു മേൽത്തരം വസ്ത്രം കൊണ്ടുവന്നേച്ചാൽ, ഒരു തോർത്ത് കൊണ്ടുവന്ന് പോയി അപ്പുറത്ത് പോയി കുളിച്ചിട്ട് വരാനല്ല പറയും, മേൽത്തരം വസ്ത്രം അവനെ ധരിപ്പിച്ചു. അതെന്താ പഠിപ്പിക്കുന്നത്? പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നവനെ ദൈവം ചിലതൊക്കെ ധരിപ്പിക്കും. ചിലതൊക്കെ അവൻ്റെ കയ്യിലും കൊടുക്കും, ചിലത് അവൻ്റെ കാലിലും കൊടുക്കും, ചിലതൊക്കെ അവന് ടേസ്റ്റായിട്ടുള്ളത് അവർ കൊടുക്കും. ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത ചില ഭാഗ്യമൊക്കെ ദൈവം അവൻ്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച് പാട്ട് പാടുമ്പോൾ അത് പ്രാർത്ഥനയാണ്. അത് എന്നെ നോക്കിയാ പാടുന്നത്. ഒരു ആളുകൾ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു പാട്ടൊന്നും പാടിക്കുമല്ല. ഇത് സത്യമാണ്. ഏതൊരവസ്ഥയിലും നിങ്ങളുടെ അവസ്ഥകൾ കണ്ട് പലരും ഫോൺ പോലും വിളിച്ച് എടുക്കുകയല്ലോ.
അവസ്ഥ കണ്ട് പലരും പണ്ടത്തെ മിത്രങ്ങളൊക്കെ ഇപ്പോൾ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യുള്ളൂ. പണ്ട് സമ്പത്തുണ്ടായിരുന്നപ്പോൾ എന്തോ ഒരു ബന്ധമായിരുന്നു. ഇപ്പോൾ പൈസയൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയപ്പോൾ ആർക്കും വേണ്ടാതായില്ലേ? ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ വന്ന് മുഖമൊക്കെ വാടിയപ്പോൾ ഇപ്പോൾ ആർക്കും വേണ്ടാതായി. നിൻ്റെ മനസ്സൊക്കെ തളർന്നു പോയല്ലോ, മനസ്സൊക്കെ വല്ലാതെ ചേമ്പന്താള് പോലെ വാടിപ്പോയല്ലോ, ഒന്ന് തകർന്നു പോയോ, നീ സങ്കടപ്പെട്ട് വാടിപ്പോയോന്ന്. ഏതൊരവസ്ഥയിലും ആ അവസ്ഥകളെ നോക്കാതെ നീ ആയിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതൊന്ന് പാടാൻ പോവാ, പറ്റുമെങ്കിൽ ചേർന്ന് പാട്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ എന്നുണ്ട്, ഇല്ലാതെ സ്നേഹിക്കും ആ സ്നേഹത്തിൻ്റെ പേരാണ് അതിരുകളില്ലാത്ത സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പേര്, ആ സ്നേഹത്തിൻ്റെ സ്വഭാവം നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. എന്നെ പറഞ്ഞു പാടി മറന്ന ഈ ലോകം, എന്നെ വെറുത്താലും ചേർന്ന് പാടി. അമ്മ എന്നെ മറന്നാലും ഈ ലോകം എന്നെ വെറുത്താലും ഗണങ്ങളെ കാത്തിടുന്നു എനിക്കായി തിരഞ്ഞിടുന്നു എന്നെ ഓമനയായി കരുതുന്നു. ആമേൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കാൻ ഇവിടെ വരാൻ തീരുമാനിച്ച തീരുമാനം തെറ്റായി പോയെന്ന് ആർക്കും തോന്നത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ വരേണ്ടിയിരുന്നില്ല. ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ ഒരു വീട് കയറിക്കൂടനൊക്കെ വിളിച്ചത്, ഒരു കല്യാണത്തിനൊക്കെ പോകാനുണ്ടായിരുന്നു, അതിന് പോയാൽ മതി, എടുത്ത തീരുമാനം തെറ്റിപ്പോയിന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആർക്കും ഇന്ന് തോന്നത്തില്ല. എന്തോ മേൽത്തരമായത് ദൈവം നിൻ്റെ കയ്യിൽ തരും. പല രീതിയിൽ തരും. എത്ര കലങ്ങിയ വെള്ളമായാലും തെളിയും, എത്ര കലങ്ങിയതായാലും. അതിനി ആന ഇറങ്ങി ചവിട്ടിക്കലക്കിയ വെള്ളമായാലും അത് തെളിഞ്ഞിരിക്കും 3 ദിവസം കഴിയുമ്പോൾ. ശരിയല്ലേ? ആന ഇറങ്ങി ചവിട്ടിക്കലക്കിയ വെള്ളമായാലും ഇപ്പോൾ കണ്ട ഇത് തെളിയുമെന്ന് തോന്നത്തില്ല. പക്ഷെ 3 ദിവസം, ഒരാഴ്ച കഴിയുമ്പോൾ വെള്ളം പനിനീര് പോലെ ആകും. അത് സത്യമാണെങ്കിൽ ഇന്ന് നിങ്ങളെടുത്ത തീരുമാനം തെറ്റാവില്ല. കറക്റ്റ് തീരുമാനമെടുത്ത് എന്തോ മേൽത്തരമായത് ദൈവം ഏതോ അലമാരിയിൽ വെച്ച് അലമാരി തുറക്കുന്നുണ്ട്. അത് പ്രാർത്ഥന കഴിഞ്ഞ് അത് മേടിച്ചുകൊണ്ട് മടങ്ങിപ്പോകണം. ആ മോതിരം മേടിച്ചുകൊണ്ട് വേണം മടങ്ങിപ്പോകാൻ. ആ ചെരുപ്പ് മേടിച്ചുകൊണ്ട് വേണം, ആ സദ്യ അനുഭവിച്ചുകൊണ്ട് വേണം മടങ്ങിപ്പോകാൻ. ആ മേൽത്തരമായത് കൊണ്ട് വേണം ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ. നല്ലത് ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നുണ്ട്. ഏത് ചീഞ്ഞ അവസ്ഥയിലാകട്ടെ. ഞാനൊരു വാക്യം വായിക്കുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവർ അവന് അത്താഴമൊരുക്കി. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. അവന് അത്താഴം ഒരുക്കി. മാർത്ത പരിചരിച്ചു. ഇനി ഭക്ഷണത്തിൽ ഇരുന്ന ഒരാളുടെ പേര് കേട്ടോ. അവനോട് കൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് ഇരുന്നവരിൽ ഒരു പുള്ളി കയറി വന്നിട്ടുണ്ട്. അവിടെ ആരാണ്? ലാസർ. ആരാണ് ഈ ലാസർ? തൊട്ടു പുറകിലത്തെ അധ്യായത്തിൽ ചീഞ്ഞു നാറുന്ന കുഴി കിടന്നവൻ ഇപ്പോൾ സദ്യ ഉണ്ണാൻ മേശയ്ക്ക് മുമ്പിൽ ഇരിക്കുക, അത്താഴ വിരുന്നിന് ഇരിക്കുക. ആര്? ലാസർ. എവിടെ കിടന്നയാളാ? ലാസർ മരിച്ച് 4 ദിവസമായി. ശരീരം മുഴുവൻ പുഴുകേറിയവൻ, ചീയാൻ തുടങ്ങിയവൻ, ദുർഗന്ധ ഉള്ളവനെ ദൈവം ഇപ്പോൾ എവിടെ എത്തിച്ചു? വിരുന്നിലൊരു അതിഥിയായി അവനോടുകൂടെ
ഭക്ഷണത്തിന് ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ലാസറിനെ പോലെ ചീഞ്ഞ പുഴു പിടിച്ചൊരു മനസ്സുമായിട്ടാണോ ഇരിക്കുന്നേ? അവനോടൊപ്പം വിരുന്നിനിരിക്കുന്നൊരു സമയം വരും, അത് പലരും അറിയും. അങ്ങനെ ആൾക്കാർ ചിന്തിക്കും, ലാസർ ഈ പുള്ളിയല്ലേ പണ്ട് മരിച്ചു പോയത്? തൊട്ട് പുറകിലത്തെ അധ്യായത്തിൽ 11-ാം അധ്യായത്തിൽ ചീഞ്ഞ ശരീരവുമായി പള്ളി സിമിത്തേരിയിൽ കടന്നവർ ഇപ്പോഴിതാ വിരുന്നുകാരനായി വീട്ടിലിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ കണ്ട് വിധി പറയാൻ വരട്ടെ, നിന്റെ സിറ്റുവേഷനും അവസ്ഥയ്ക്കും മാറ്റം വരും. അവനോടുകൂടെ ഭക്ഷണം കഴിച്ചവൻ ലാസർ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു ലാസർ എന്ന് തൊട്ട് പുറം എഴുതിയിട്ടുണ്ട്. 4 ദിവസമായി അടക്കി കല്ലും വച്ച് ചെയ്യാൻ തുടങ്ങി. സഹോദരി പറഞ്ഞു, അയ്യോ കല്ല് മാറ്റിയേക്കല്ലേ, ഇപ്പൊ ദുർഗന്ധം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കല്ലറയിൽ നിന്ന് ചീഞ്ഞു മണക്കുന്ന ആ കുഴിയിൽ നിന്ന് ഇപ്പൊ വന്നിരിക്കുന്നത് വിരുന്നു മേശയിലാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇച്ചിരി ചിന്തിക്കാനില്ലേ? കർത്താവേ, ഞാനിവിടെ വന്ന് കയറിയപ്പോൾ എൻ്റെ അവസ്ഥ ലാസറിൻ്റേതുപോലെയാണ്. ഞാനും ഒരു കൂരിരുട്ടുള്ള ഒരവസ്ഥയെന്നാണ് കയറി വന്നേ. ചീഞ്ഞ ദുർഗന്ധമുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നേ. നാളെ ഒരു സമയത്ത് വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു വിരുന്നുകാരനെ പോലെ പലരും ശ്രദ്ധിക്കാനിട വരും. എനിക്ക് ആ വാക്യം വായിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ അത് ശ്രദ്ധിക്കുന്നത് ഇന്ന് രാവിലെയാണ്. ഇന്നിങ്ങനെ ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചതാ. 12-ാം അധ്യായം 2-ാമത്തെ വാക്യം, അവൻ അത്താഴം ഒരുക്കി, മാർത്ത പരിചരിച്ചു, അവനോടുകൂടെ ഭക്ഷണത്തിൽ ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഏതാണ് ഈ ലാസർ? എവിടുന്ന് വന്ന് പുള്ളി വന്നത് കല്ലറയ്ക്കകത്തുനിന്നാ. പുള്ളിയുടെ ശരീരം മുഴുവൻ ചീയാൻ തുടങ്ങി, പുഴു പിടിച്ചു, ചീഞ്ഞ മണം ഉണ്ടായിരുന്നു, അവിടുന്ന് കയറി വന്നതാ. ഇന്ന് എത്ര ചീഞ്ഞ പുഴുവായി നിൽക്കുന്ന ഏതവസ്ഥയാകട്ടെ, ഒരു നല്ല സ്ഥലത്ത് ദൈവം നിന്നെ വിരുന്നുകാരനെ പോലെ ഇരുത്തും. സാമ്പത്തികമായി തകർന്നു പോയോ? കുടുംബ ജീവിതത്തിൽ പാളിപ്പോയോ? ചെയ്തതൊക്കെയും പരാജയമായിരുന്നോ? സാരമില്ല, ഒരു വിരുന്നുകാരനെ പോലെ ഇരിക്കും. അടുത്ത വാക്യം വായിക്കുവാണ്. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും. ഒരു സംഭവം നടക്കുക, ഒരു വിരുന്ന് നടക്കുമ്പോൾ എഴുതിയിരിക്കുക, മറിയം വിലയേറിയതും. ആ വാക്കുണ്ട്, ഏതാ വാക്ക്? വിലയുള്ളന്നല്ല, വിലയേറിയ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്, ഭയങ്കര വിലയുള്ള ഒരു അത്തർ സ്പ്രേ, അങ്ങനെയൊക്കെ പറയാം നമ്മുടെ മനസ്സിലാ. വിലയേറിയത്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും വില കൊടുത്തു വന്നവരാണോ? നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കാർക്കും ജോലിയില്ലാത്തവർ വീട്ടിൽ ഒരു ജോലിയില്ലാതെ പ്രാർത്ഥിക്കാൻ പോയേക്കാമെന്ന് പറയാം. 100 കൂട്ടം പണി ഉണ്ടായിട്ട് അതിനിടയ്ക്ക് സമയം മാറ്റിവെച്ച് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഈ സമയം നിങ്ങൾ കൊടുത്തത് വിലയേറിയ സമയമാണ്. നിങ്ങളുടെ വിലയേറിയ സമയത്താണ് നിങ്ങൾ ഫോണൊക്കെ നോക്കാതെ, TV കാണാതെ, വേറെ ഒരു കാര്യത്തിനും പോകാതെ, ചിലപ്പോൾ നല്ല വീടും AC റൂമൊക്കെ ഉള്ളവരൊക്കെ ഇതിനകത്തിരിപ്പുണ്ടാവും. ആ ആളുകൾ നല്ല വീട്ടിൽ ജനിച്ച് ജീവിച്ച് നല്ല കാറിൽ യാത്ര ചെയ്ത് മാത്രം ശീലിച്ചവർ പോലും ഇവിടെ നിലത്തിരിക്കുന്നുണ്ട്, കസേര ഇരിപ്പുണ്ട്, ചൂട് സഹിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ വിലയേറിയതിനൊക്കെ വിലയുണ്ട് കേട്ടോ. വിലയേറിയത് ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലം എടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ ഒഴിച്ചു, തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. വിലയുള്ളത് കൊടുത്താൽ ചില അനുഗ്രഹമുണ്ട്. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. ആ വാക്ക് നിറയ്ക്കട്ടെ. ആ തൈലത്തിന്റെ സുഗന്ധം ആ വീട് മൊത്തത്തിൽ നിറഞ്ഞു. നിങ്ങൾ വിലയുള്ളത് കൊടുക്കുമ്പോൾ ചില അനുഗ്രഹങ്ങൾ കൊണ്ട് ആ വീട് മുഴുവൻ നിറയും. ഹല്ലേലൂയ. സത്യം, ഇത് സത്യമാണ്. വിലയുള്ള ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുമ്പോൾ, ആ സമയം കൊടുക്കുമ്പോൾ ഒരനുഗ്രഹം ആ വീട് മുഴുവൻ നിറയും. അപ്പോൾ ഇത്രയും ഒരു കുപ്പി നാർദീൻ തൈലം ഒഴിച്ചപ്പോൾ അവിടെ ആൾക്കാർ ചോദിച്ചു, പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് വിറ്റ് വല്ല പൈസ പാപം കൊടുത്തുകൂടായിരുന്നോ? എന്തിനായി വിലയുള്ളത്? നമ്മളും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലരും ചോദിക്കും, എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഇവിടെയൊക്കെ പള്ളിയില്ലേ, ധ്യാനമില്ലേ, ധ്യാന കേന്ദ്രമില്ലേ? എന്തിനാ അത്രയും ദൂരെ പോകുന്നത്? എന്തിനാ അത്രയും അകലെ പോകുന്നു? ഇവിടെ എവിടെയെങ്കിലും പോയാൽ പോരെ? വിലയുള്ളതിന് വില കൊടുക്കുമ്പോൾ വിലയുള്ളത് പലതും എൻ്റെ വീട്ടിൽ നിറയും. വിലയുള്ളതിന് വില കൊടുത്തേ പറ്റൂ. വിലയുള്ളത് കൊടുക്കുമ്പോഴേ വിലയുള്ളത് കയ്യിൽ കിട്ടത്തുള്ളൂ. ഉറപ്പാണത്.
ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക. ശ്രദ്ധിച്ച് കേട്ടെ. ഒരു കുപ്പി നാർദീൻ തൈലം വിലയെ വളരെ കോസ്റ്റ്ലിയാണ്. അതെടുത്ത് ഒഴിച്ചപ്പോൾ അതിൻ്റെ സുഗന്ധം ആ വീട് മൊത്തത്തിൽ നിറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. ആ വിലയുള്ളത് അങ്ങനെ ചെയ്തോണ്ടാ ആ ഒരു നന്മ ആ വീട് മൊത്തം നിറഞ്ഞത്. 5:30 മണി സമയത്ത് നിയോഗ പ്രാർത്ഥന കൂടുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അവരുടെ വീട് സകല നല്ല സൗഭാഗ്യങ്ങൾ കൊണ്ട്, ഐശ്വര്യം കൊണ്ട് പതുക്കെ പതുക്കെ നിറയാൻ തുടങ്ങി. അവസാനത്തെ ആ വാക്കില്ലേ, ആ വീട് മുഴുവൻ നിറഞ്ഞു എന്ന്. നിങ്ങൾ പ്രാർത്ഥന കേൾക്കുന്ന, വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട് മുഴുവൻ ചില നന്മകൾ വന്ന് നിറയാൻ ഇടവരട്ടെ. ഈ വിലയേറിയ സമയം മാറ്റിവെച്ചത് വെറുതെ ആകത്തില്ല. ഇവിടെ ശുശ്രൂഷകരോട് പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ അത് ഒരിക്കലും നഷ്ടമാകത്തില്ല. വിലയുള്ള ചില പല അനുഗ്രഹങ്ങളും അനുഗ്രഹമായത് നിറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് മറക്കുന്നതിന് മുമ്പ് അത് ഹൃദയ പലകയിൽ എഴുതി സൂക്ഷിക്കത്തക്ക വിധം ഒന്ന് എഴുതി വെച്ച്. എഴുന്നേക്കാൾ ബുദ്ധിമുട്ടുണ്ടാകും, എന്നാലും കാലിലെ മരപ്പൻ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ കിട്ടും. ഒന്ന് കണ്ണുകളെ അടയ്ക്കാമോ? 2 കാര്യങ്ങളും കേട്ടെ. രണ്ടും വിലയുള്ളതാ. ഒന്ന്, മേൽത്തരം വസ്ത്രം 100 രൂപ കൊടുത്താൽ കിട്ടത്തില്ല, 500 രൂപ കൊടുത്താൽ കിട്ടത്തില്ല. അതിന് ഇച്ചിരി വിലയുണ്ട്. വിലയേറിയതാണ്. വിലയുള്ളതിന് വില കൊടുത്താൽ വിലയേറിയത് ജീവിതത്തിൽ വരും. ഉറപ്പാണത്. പലരും നമ്മളോട് പറയും, ഇത്രയും പ്രാർത്ഥിക്കണോ, ഇങ്ങനെ ഇതിനകത്തിരുന്നാലേ ശരിയാവുള്ളൂ. വിലയുള്ള ചില അനുഗ്രഹത്തിന് ചില സമയങ്ങൾ മാറ്റിവയ്ക്കണം. നിങ്ങളുടെ വാഹനം ഏതാണ്? ഓട്ടോറിക്ഷയാണോ, ബൈക്കാണോ, വലിയ വിലയുള്ള കാറാണോ? എത്ര വിലയുള്ള ഓടി കാറാണേലും ആ പെട്രോൾ പമ്പിലോ ഡീസൽ പമ്പിലോ ഒക്കെ കയറി കുറച്ചു നേരം അവിടെ നിർത്തിയിടണം. അതിന് ഇന്ധനം നിറച്ചാലേ ഈ സാധനം റോട്ടിലൂടെ ഓടത്തുള്ളൂ, ഇല്ല വഴി കിടക്കും. ജീവിതവും അങ്ങനെ തന്നെയാണ്. എന്നാ മിടുക്കനാന്ന് പറഞ്ഞാലും, എന്നാ വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും, നിനക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം വേണം. പ്രാർത്ഥനയിലൂടെ കിട്ടുന്നത് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ധനമാണ് കുഞ്ഞെ. അത് ഇടുക്കിയിൽ നിന്ന് വന്ന ആളാണേൽ, കാസർഗോഡ് നിന്ന് വന്ന ആളാണേൽ, കന്യാകുമാരിയിൽ നിന്ന് വന്ന ആളാണേൽ, തൃശ്ശൂരിൽ നിന്ന് വന്ന ആളാണേൽ, എറണാകുളത്ത് നിന്ന് വന്ന ആളാണേൽ, കോഴിക്കോട് നിന്ന് വന്ന ആളാണേൽ, വയനാടിൻ്റെ ഈ ദേശത്ത് നിന്ന് വന്ന ആളേൽ, അയൽവാസികളിൽ ഒരാളാണേൽ, അടുത്ത ഇടവകയിൽ നിന്ന് വന്ന ആളാണേൽ, നിന്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വെറും 1,00,000 രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ മേടിച്ച ഒരു ബൈക്ക് പോലും മുന്നോട്ട് പോകണമെങ്കിൽ പമ്പിൽ കയറി 2 മിനിറ്റെങ്കിലും നിർത്തിയിട്ട് 100 രൂപയുടെ എണ്ണ അടിച്ചാലല്ലേ ഇത് ഓടുകയുള്ളൂ. അല്ലേ ഉന്തി തള്ളിക്കൊണ്ട് നടക്കേണ്ടി വരും, എല്ലേ തള്ളിക്കൊണ്ട് നടക്കേണ്ടി വരും. അത് തള്ളിക്കൊണ്ട് നടക്കാതെ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിനകത്ത് ഇന്ധനം വേണം കുഞ്ഞെ. ഇതുപോലെ ജീവിതവും മുന്നോട്ട് പോകണമെങ്കിൽ അതിനകത്ത് ഇന്ധനം വേണം. അതെങ്ങനെ കിട്ടും? ഇതുപോലെ ആരാധനയുള്ള സത്യ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹമില്ലേ, അത് നിന്റെ ജീവിതത്തെ ഫസ്റ്റ് ഗിയറിട്ട്, സെക്കൻഡ് ഗിയറിട്ട്, തേർഡ് ഗിയറിട്ട്, ഫോർത്ത് ഗിയറിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് കിട്ടുന്ന ഒരു അസാധാരണ ശക്തിയുണ്ട്. അസാധാരണ ശക്തി. കണ്ണുകളെ ഒന്ന് അടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്. ധൂർത്തപുത്രൻ്റെ പ്രാർത്ഥന. സത്യം പറഞ്ഞ പുള്ളി കുളിച്ചിട്ടില്ല. സത്യം പറഞ്ഞ പുള്ളിയുടെ ശരീരത്തെ അടുത്ത് പോലും നിൽക്കാൻ കൊള്ളത്തില്ല. പുള്ളിയുടെ മേത്ത് മുഴുവൻ പന്നിയുടെ മണമാണ്. പന്നി ഇറച്ചി നമുക്കിഷ്ടമാ, പക്ഷെ പന്നിയുടെ മണം നമുക്കിഷ്ടമല്ല. പന്നിക്കൂട്ടിലേക്ക് പോകുമ്പോഴേ വായും മൂക്കും നമ്മൾ ഒരുമിച്ച് പൊത്തിട്ട് അയ്യോ എന്ന് വെക്കും. ദുർഗന്ധമുണ്ട്. പന്നി ഇറച്ചി നമുക്കിഷ്ടമായിരിക്കാം, പക്ഷെ അതിൻ്റെ മണം, പന്നിക്കൂടിൻ്റെ അതൊക്കെ നമുക്കിഷ്ടമില്ല. പന്നിക്കൂട്ടിൽ നിന്ന് കുളിക്കാതെ വേർത്തൊലിച്ച ശരീരവുമായി വന്നവൻ പ്രാർത്ഥിച്ചതിന് എല്ലാം അനുഗ്രഹമായിട്ട് അപ്പുറത്തിരിക്കുക, വിരുന്ന് മേശയിൽ ഇരിക്കുക, ആ പന്തലിട്ട് അതിൻ്റെ താഴെ ഇരിക്കുക. ഇപ്പോൾ ഇരിക്കുന്നത് മേൽത്തരം വസ്ത്രം ധരിച്ച ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട്, താഴെ TV-യുടെ സഹായത്തോടെ കാണുന്നവരോട്, ശബ്ദം കേൾക്കുന്നവരോട്, സഹോദര സഹോദരി,
പ്രിയപ്പെട്ട കുടുംബമേ, നിന്റെ മേലൊരു മേൽവസ്ത്രം, ഒരു മേൽത്തരം വസ്ത്രം വരും കേട്ടോ. ഈ പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ച തീരുമാനം തെറ്റായി പോയിന്ന് ഒരു കുഞ്ഞു പോലും പറയാൻ ഇടവരത്തില്ല. നിന്റെ മേൽ വരുന്ന മേൽവസ്ത്രത്തെ ഓർത്ത് നാളുകളിൽ ഈ അൾത്താരിൽ നിന്നുകൊണ്ടൊരു സാക്ഷ്യം പറയാനൊക്കെ ഇടവരും. മേൽത്തരം വസ്ത്രം ആ ശരീരത്ത് കയറി വന്നില്ലേ? മേൽത്തരം വസ്ത്രം കണ്ണുകളെ ഒന്ന് അടച്ച്, കർത്താവേ എനിക്ക് മേൽവസ്ത്രം, മേൽത്തരം വസ്ത്രം പോലെ എനിക്ക് ഒരു അനുഗ്രഹം തന്ന് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച്, നല്ലൊരു ജോലി എനിക്ക് തന്ന് ആ മേൽവസ്ത്രം ആ വ്യക്തിയുടെ മേൽ ഇട്ട് കൊടുത്തതുപോലെ എന്നെ അണിയിക്കണമെന്ന് പ്രാർത്ഥിച്ച്, നല്ലൊരു ഭവനം തരണമെന്ന് പ്രാർത്ഥിച്ച്, നല്ലൊരു ജീവിതം തരണമെന്ന് പ്രാർത്ഥിച്ച്, ഈ പ്രശ്നങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിച്ച്, ഈ പ്രതിസന്ധികൾ മാറണമെന്ന് പ്രാർത്ഥിച്ച്, ഈ പ്രശ്നങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ദാവീദ് ഗോലിയാത്ത് എന്ന വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ തോട്ടിപ്പോയി 5 കല്ലെടുത്തു. എത്ര കല്ല്? 5. 4 കല്ലും പ്രയോജനപ്പെട്ടില്ല. ഒറ്റ കല്ല് മതിയായിരുന്നു. ഒറ്റ കല്ലുകൊണ്ട് ആ പ്രശ്നം തീർത്തു. ഇവിടെ നിന്ന് നിങ്ങൾ കിട്ടുന്ന ഒരു അനുഗ്രഹം മതി, ഒരു വചനം മതി ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള ആ പ്രതിസന്ധി മാറാൻ. 4 കല്ലും ദാവീദിന്റെ ബാഗിനകത്ത് ഇരിപ്പുണ്ട്. ഒറ്റ കല്ലേ പോയിട്ടുള്ളൂ. ആ ഒറ്റ കല്ലും മതിയായിരുന്നു ആ പ്രശ്നം മാറാൻ. അങ്ങനെയെങ്കിൽ ആ കല്ലിന്റെ സ്ഥാനത്ത് കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന ഒറ്റ വചനം മതി ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ. ഞങ്ങൾക്ക് ഈ കേൾക്കുന്ന ഒറ്റ വചനം മതി എൻ്റെ മുമ്പിലുള്ള ഈ പ്രതിസന്ധി മാറാൻ, ഈ വഴക്ക് മാറാൻ. ഒരുപാടൊന്നും വേണ്ട, ഒറ്റക്കല്ല് മതി. ഒറ്റക്കല്ല് മതി എന്നേ. ആ ഒരു കല്ലിൽ ആ പ്രശ്നം പരിഹരിച്ചെങ്കിൽ കണ്ണുകളെ ഒന്ന് അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേട്ടെ, മേൽത്തരം വസ്ത്രം കൊടുത്തു. പിന്നെയോ കയ്യേലൊരു മോതിരം ഇടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നിലത്ത് കിടക്കുന്ന മേശയെ വച്ചിരിക്കുന്ന അപ്പം പറഞ്ഞില്ല, വേണേ ആ മോതിരം എടുത്തിട്ടോളാൻ അല്ല പറഞ്ഞത്. ഒരു മോതിരം എടുത്ത് ആ വിരളിൽ ഇട്ടുകൊടുത്തു. പിന്നെയോ കാലിൽ ചെരുപ്പ്, വേണേൽ ഒരു ചെരുപ്പിട്ടോടാന്നല്ല പറഞ്ഞത്, ചെരുപ്പ് അവനെ അണിയിക്കാൻ പറഞ്ഞു, ഇട്ടുകൊടുക്കാൻ പറഞ്ഞു. വലിയ വലിയ ആളുകളുടെ കാലിൽ ചെരുപ്പിട്ട് കൊടുക്കും ആളുകൾ. വലിയ വലിയ ആളുകൾ നിൽക്കുമ്പോൾ അവരുടെ കാലിൽ ഷൂ ഇട്ട് കൊടുക്കും. അത് വലിയ വലിയ ആളുകളുടെ കാലിൽ ചെരുപ്പ്. അവന് പറയുക, ആ പന്നിത്തൊഴുത്തിൽ നിന്ന് വന്നവൻ്റെ കാലിൽ ചെരുപ്പിട്ട് കൊടുക്ക്. അവന് വേണ്ടി ഒരു സദ്യ തയ്യാറാക്ക്. ഒരു പന്തല്, വീട് മുഴുവൻ ഒരു പന്തലിട്ടു. നിനക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വലിയ കാര്യമാണ് ജീവിതത്തിൽ വരാനിരിക്കുന്നത്. മേൽത്തരമായത് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വേറൊരു വേദനയല്ല കയറി വരുന്നത്, വേറൊരു ശാപമല്ല കയറി വരുന്നത്, വേറൊരു തകർച്ചയല്ല കയറി വരുന്നത്, വേറൊരു പ്രശ്നമല്ല കയറി വരുന്നത്. ഒരു സന്തോഷമാണ് കയറി വരുന്നത്, ഒരു സമാധാനമാണ് കയറി വരുന്നത്, ചില നന്മകളാണ് കയറി വരുന്നത്, ചില അനുഗ്രഹങ്ങളാണ് കയറി വരുന്നത്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേട്ടെ, മറന്നു പോവല്ലേ, ലാസർ കുഴി കിടന്നവനാണ്. പ്രാർത്ഥന ചൊല്ലി പെട്ടിക്കകത്ത് അടക്കി കുഴി സംസ്കരിച്ച് കല്ലറയിൽ അടക്കിയതാ. അടക്കിയിട്ട് 4 ദിവസമായി. ചീയാൻ തുടങ്ങി, പുഴു പിടിക്കാൻ തുടങ്ങി. സഹോദരി പോലും പറഞ്ഞു, ഇനി ഉയർക്കത്തില്ല, കല്ലൊന്നും മാറ്റണ്ട, ദുർഗന്ധമായിരിക്കും, വയറ് പൊട്ടിക്കാണും, മുഖം വീർത്ത് കാണും, ആന്തരിക അവയവങ്ങൾ മുഴുവൻ പോയി കാണും. ഇനി എന്നാ കല്ല് മാറ്റാനാ? യേശു പറഞ്ഞു, ആ കല്ല് മാറ്റ്. ആ കല്ല് മാറ്റാൻ തയ്യാറായപ്പോൾ ഇപ്പോൾ ഇരിക്കുവോ അപ്പുറത്തൊരു വിരുന്നു മേശയിൽ അവനോടൊപ്പം വിരുന്നിനിരിക്കുവാണ്. ഇത്രയും തകർന്നു പോയവൻ ഇപ്പോൾ ഇരിക്കുന്നത് വിരുന്നു മേശക്കരികിലാണ്. നിനക്കൊണ്ട് തകർന്നു പോയ നിന്നോടാ പറയുന്നത്, തകർന്നു പോയ പരാജയപ്പെട്ടു പോയ നിന്നോട്, നിന്റെ കുടുംബത്തോട് പറയുക, ഒരു വിരുന്ന് മേശ, ദൈവത്തിന്റെ ഒരു വിരുന്ന് മേശ നിനക്കുണ്ട്. പലരും അതിശയിക്കും കേട്ടോ, നിന്നെ നോക്കി പലരും അതിശയിക്കും. ഈ പുള്ളിയാണോ അവിടെ ഇരിക്കുന്നത്? ഈ പുള്ളിയാണോ അത്? ഈ പയ്യനല്ലേ അത്? ഈ സഹോദരൻ, ഈ കുടുംബമല്ലേ ആ ഇരിക്കുന്നത്? നിന്നെ നോക്കി പലരും അത്ഭുതപ്പെടും. ആ വിരുന്നിനെ ഇരുന്നിവരിൽ ലാസർ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ഒരു കുപ്പി നാർദീൻ തൈലം, അതും വളരെ കോസ്റ്റ്ലി ആയത്, വിലയേറിയ നാർദീൻ തൈലം ഒഴിച്ചപ്പോൾ ആ പലരും പറഞ്ഞു, ഇത്രയും വിലയുള്ളതൊക്കെ കൊടുക്കണോ? ഇത്രയും വിലയുള്ളതൊക്കെ ഒഴിക്കണോ? വിറ്റ് പാവപ്പെട്ടവർ കൊടുത്തുകൂടെ? എന്തിനാ ഇത്രയും വിലയുള്ളതൊക്കെ ഒഴിക്കുന്നത്? എന്തിനാ ഈ വിലപ്പെട്ട സമയം നിങ്ങൾ മാറ്റിവെച്ചത്? എന്തിനാ ഈ വിലപ്പെട്ട സമയം ആരാധിക്കുന്നത്? എന്തിനാ ഈ വിലപ്പെട്ട വചനം നിങ്ങൾ കേൾക്കുന്നത്? വിലയുള്ളത് എന്തൊക്കെയോ വീട് മുഴുവൻ നിറയാനുണ്ട്. വിലപ്പെട്ട ആ സുഗന്ധ തൈലം ഒഴിച്ചതുകൊണ്ട് ഒരു സുഗന്ധം മുഴുവൻ ആ വീട് മുഴുവൻ നിറഞ്ഞു. ആ വീട് മുഴുവൻ നിറഞ്ഞു. ചില നന്മകൾ നിങ്ങളുടെ വീട് മുഴുവൻ നിറയട്ടെ. ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ തലമുറയിൽ നിറഞ്ഞു വരട്ടെ. ചില അനുഗ്രഹത്തിന്റെ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ. ചില മേൽത്തരമായത് ജീവിതത്തിൽ വരട്ടെ. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി വിശ്വാസത്തോടെ
ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കും. മേൽത്തരമായത്, മേൽത്തരമായത്, മേൽത്തരമായത് ദൈവം അനുഗ്രഹിച്ചു തരട്ടെ. ഒന്ന് കരമടിച്ചു പാടാമോ? സാധ്യമല്ല, മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്മലും സാരമില്ല. ഒന്നിച്ചു നാം അർപ്പിട്ടെന്നാൽ, ഒന്നിച്ചു നാം അർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ, വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താ എന്നും ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എന്നും ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യം കൺമുമ്പിൽ എന്നവോ, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നാലു നാളായാലും നാം ഭമിച്ചാലും പറയാം. നാളായാലും നാം ഭമിച്ചാലും വിശ്വസിച്ചാൽ ഭാഗത്ത് കാണും, വിശ്വസിച്ചാൽ നീ ഭാഗത്ത് കാണും. സാധാരണ പ്രവൃത്തികൾ തകർന്നിടണേ, സാധാരണ പ്രവൃത്തികൾ. അതുകൊണ്ട് ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താ എന്നും ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എന്നും ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നവോ, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എന്നും ചെങ്കടൽ രണ്ടാകുന്നു. ആമേൻ, ആമേൻ. ഒന്നും കൂടി ആ കണ്ണുകളൊന്നടച്ച്, നിങ്ങളിത് കണ്ണുകളടച്ച് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? അത് നമ്മുടെ മനസ്സിൽ കിട്ടാനാ. സ്പീഡിൽ താളത്തിൽ പാടിയപ്പോൾ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ച് കാണില്ല. 4 നാളായ അല്ലേ, അങ്ങനെയല്ലേ? നാറ്റം വമിച്ചാൽ എത്ര നാളായാലും, 4 നാളായാലും നാറ്റം വമിച്ചാലും. ആ പാടിയ ആൾ ഇപ്പോൾ ഇരിക്കുന്നത് വിരുന്നിൻ്റെ മുമ്പിൽ, അവനോടൊപ്പം വിരുന്നിനിരിക്കുവാന്ന്. ചില മനുഷ്യർ കാണും, ഈ ശബ്ദം കേൾക്കുന്ന ചിലർ 4 നാളായവരും നാറ്റം വമിക്കുന്ന അവസ്ഥയുള്ളവരും. ചിലപ്പോൾ ചിന്തിക്കും, എന്നെപ്പോലെ ചീഞ്ഞൊരു മനുഷ്യനിവിടെ കാണത്തില്ലെന്ന്. സാരമില്ല, നിന്നെ ദൈവം ഒരു വിരുന്നിന് ഇരുത്താൻ ആഗ്രഹമുണ്ട്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് അനുഗ്രഹത്തോടെ നിന്നെ പലരും കാണും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പലരും അത്ഭുതപ്പെട്ട് ചോദിക്കും, ഈ പുള്ളിയല്ലേ അത്? അയാളുടെ കുടുംബമല്ലേ ആ പോകുന്നത്? ഓ, അയാളുടെ പിള്ളേരാണോ ഇപ്പോൾ അവിടെ എത്തിയത്? നിന്നെ നോക്കി നീ വിരുന്നിരിക്കുന്നത് കാണുമ്പോൾ, ആ വ്യക്തിയാണോ ആ വീട് പണിതത്? ആ വ്യക്തിയുടെ മകൻ്റെ കല്യാണമാണോ ഇപ്പോൾ നടന്നത്? ആ വ്യക്തിയാണോ ആ വാഹനത്തിൽ ഇപ്പോൾ പോയത്? അവരാണോ അവർ ഇന്ന പോലെ ചെയ്യുന്നത്? ആ കൊച്ചിൻ്റെ ജോലിയാത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും. അയ്യോ, അവർ 4 നാളായി നാറ്റം വമിച്ച ഇന്നലകളിലെ അവസ്ഥ എന്തോ ആകട്ടെ, ദൈവം നിന്നെ നാളുകളിൽ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത് വിരുന്നുമേശയുടെ മുമ്പിലാണ്. ഒന്ന് ശാന്തമായി കേട്ടെ. 4 നാളായാലും നാറ്റം വമിച്ചാലും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ എന്തു കാണും? മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നു വീഴുമേ. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും.
കർത്തൻ വന്നിടും. നാലു നാളായാലും നാനാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വന്നിടും. കർത്താവേ, ഇതെന്നെ നോക്കി ഈ വചനമൊക്കെ പറഞ്ഞു തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി. ഒന്ന് നിങ്ങൾ തന്നെ വിശ്വാസത്തോടെ, മേൽത്തരമായത് എന്തോ ദൈവം എനിക്ക് തരും. മേൽത്തരമായത് ചിലത് എൻ്റെ വീട് മുഴുവൻ നിറയും. എൻ്റെ വീട് മുഴുവൻ നിറയും. ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത്, വചനം കേൾക്കാൻ തീരുമാനിച്ചത്, വിലയേറിയ നാർദിൻ തൈലം പോലെ വിലയേറിയ എൻ്റെ സമയം ഞാൻ കൊടുത്തത് നഷ്ടമായി എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ല. കാരണം അതെൻ്റെ വീടിനെ എന്തൊക്കെയോ നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇരിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നൊരു നല്ല ബ്ലേഡ് പോലെ മൂർച്ചയുള്ള വചനമാണ് നിങ്ങൾ കേട്ടത്. ഇത് പറയുമ്പോൾ എന്തൊക്കെയോ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു പോയി. ആ മനുഷ്യൻ ഇങ്ങനെ എന്നെ കാണിച്ചപ്പോൾ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പോലീസ് ID കാർഡ് കാണിച്ചിട്ട് പറയുവാണ്, അച്ചോ ഞാനൊരു DYSP ആണ്, എന്നെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് അത്രയും പേരുടെ മനുഷ്യൻ ആ മുഖം പൊത്തി ഒരു കരച്ചിൽ. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ വിശ്വസിച്ചാൽ നീ മഹത്വം കാണുമെന്ന് അതിൻ്റെ അർത്ഥം. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, ദൈവാനുഗ്രഹം കാണും. ആമേൻ. അല്ലാതെ ഇത്രയും ആളുകൾ ഇവിടെ വരത്തില്ല, അന്വേഷിച്ച് വരത്തില്ല, ഈ തിക്കും തിരക്കും ആരും കൂട്ടത്തില്ല. മേൽത്തരമായതെന്തോ ദൈവം ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. വില കൊടുത്തതിനൊക്കെ വില ലഭിക്കും. ഇപ്പോൾ പാടിയപ്പോൾ ഒരു പാട്ടുകാരൻ പാടി, ജെറിക്കോ പട്ടണത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പാടിയത് അല്ലേ? ഞാനൊരു കുഞ്ഞു കാര്യം പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിച്ചു കൊള്ളാം. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 1 വായിക്കുവാണ്. വേഗത്തിൽ വായിക്കും, വേഗത്തിൽ തീർക്കുകയും ചെയ്യും. വായിക്കാമോ? ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറിക്കോ പട്ടണം അടച്ചു ഭദ്രമാക്കിയിരുന്നു. എങ്ങനെ വെച്ചിരുന്നു? അടച്ചു ഭദ്രമാക്കി. ഇന്നലെ ഞാനിത് സൂചിപ്പിച്ചിരുന്നു. അടച്ച് പൂട്ടി, അത് ഭദ്രമാക്കി മാറ്റി. ഇനി ഒരാൾക്കൊരു ഈച്ചയ്ക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ അടച്ചു ഭദ്രമാക്കി വെച്ചു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തിരുന്നില്ല. അടച്ച് പൂട്ടി സേഫാക്കി വെച്ചു. ജെറിക്കോ പട്ടണത്തിന്റെ ചുറ്റുമതിൽ അത്രയും സുരക്ഷിതമാക്കി. അപ്പോൾ ഇനി വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം വായിക്കണം. ചിലർ പറയില്ലേ, ഇന്നലെ ആരോ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തെ നോക്കി പലരും പറയുന്നത്. നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കാമോ? ഇതൊന്നും ശരിയാവൂലെന്നേ, ഇതൊന്നും നടക്കൂലിനി, ഇതെങ്ങനെ ശരിയാവൂന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തെ അയൽവാസി പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, പ്രാർത്ഥനക്കാരൻ പറഞ്ഞത്. അടച്ചു പൂട്ടിയിട്ടിരിക്കുമല്ലോ, ഇനി ഒരു സാധ്യതയില്ലെന്നായിരിക്കും പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്. ദൈവം ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഒരു വലിയ ആയുധമാണ് കൊടുക്കേണ്ടത്. ഒരു വാൾ, അല്ലെങ്കിൽ പടച്ചട്ട, കുന്തം, തോക്ക്, ആയുധങ്ങളാണ് കൊടുക്കേണ്ടത്. എന്താ ദൈവം കൊടുത്തേ നോക്ക്. 3-ാമത്തെ വാക്യം, നിങ്ങളുടെ യോദ്ധാക്കൾ, പട്ടാളക്കാർ, യുദ്ധം ചെയ്യുന്നവർ ആയുധമെടുക്കണമെന്നല്ല പറഞ്ഞത്. ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഷുഗർ കുറയാനാണോ? ഡോക്ടർ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ നോക്കിയപ്പോൾ ഷുഗർ കൂടും, ഡോക്ടർ പറഞ്ഞ് ചുറ്റും നടക്കണമെന്ന്. എന്നോടല്ല, വേറെ ആളോട്. നടന്നാൽ ഷുഗർ കുറയും. ഇപ്പം ഷുഗർ കുറയുമ്പോൾ, ഷുഗർ കൂടുമ്പോൾ ഡോക്ടർമാർ പറയും നടക്കണം കേട്ടോ, എക്സർസൈസ് ചെയ്യണം, ചാടണം, തുള്ളണം, ഓടണം എന്നൊക്കെ പറയും. ഇപ്പോൾ പ്രശ്നം വേറെയാ. പക്ഷെ ദൈവം പറഞ്ഞു നടക്കണമെന്നോ. നമ്മൾ നടന്നും വണ്ടി കയറിയും ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ വന്നവരാ ഇവിടെ. ഇങ്ങനെ നടന്നിട്ട് എന്നാ കാണിക്കാനാ? ഉത്തരവുണ്ട്. നമ്മൾ ദൈവനിയോഗത്തോടെ നടക്കുന്നതിലൂടെ ചില ദൈവപ്രവൃത്തി ഉണ്ടാവും. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ
പാടുന്നതിലൂടെ, കരമുയർത്തുന്നതിലൂടെ, ആമേൻ, നിയോഗം എഴുതി കൊടുക്കുന്നതിലൂടെ. ഇതുകൊണ്ടൊക്കെ എന്നാ നടക്കാനാ? എനിക്ക് മനസ്സിലാകുന്നില്ല ഈ വട്ടുപരിപാടി എന്താണെന്ന്. ജെറീക്കോ പട്ടണത്തിൻ്റെ മതിൽ അടച്ചു വയ്ക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം പറയേണ്ടത്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നല്ല ഒരു ആയുധം തരാം, നല്ല മൂർച്ചയുള്ള, നല്ല ആ കൂത്തി അങ്ങോട്ട് പൊളിക്ക് എന്നാ പറയേണ്ടത്. ദൈവം ദൈവം ഇപ്പോൾ പറയുക ചുറ്റും നടക്കണമെന്ന്. അല്ല, എന്താ അങ്ങനെ പറഞ്ഞത്? ചില സമയത്ത് ദൈവനിയോഗത്തോടെ നടക്കുന്നത് പോലും അനുഗ്രഹമാണ്. ആമേൻ. നടക്കണം പറഞ്ഞു. പിന്നെയോ ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 6 ദിവസം നടന്നു കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ഡൗൺ ആവും. ഷുഗർ ഡൗൺ ആകാൻ വേണ്ടി അല്ല നടക്കാൻ പറഞ്ഞു. ഇത് ദൈവനിയോഗമുള്ള നടത്താം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 6 ദിവസം ഇങ്ങനെ നടക്കണമെന്ന്. നമ്മളാണെ പറയില്ലേ, ഇത് പറഞ്ഞത് സ്കൂളിൽ പോകാത്ത ആൾക്കാരോട്, യോദ്ധാക്കളോട്, പട്ടാളക്കാരോട് പറഞ്ഞു നടക്കണമെന്ന്. നിങ്ങൾ ഈ പുണ്യഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ ആ നടക്കുന്നതിലൂടെ ഒരു പ്രവൃത്തി വീടുകളിൽ സംഭവിക്കണം. ഇങ്ങനെ നടക്കും, ഇതിലെ കൂടെ നടക്കുമല്ലേ നിങ്ങൾ നടന്നു, ആ മെറ്റിലേക്കൂടെ നടന്നു, ആ വഴിയിൽ കൂടെ നടന്നു, ഇതിനകത്തൂടെ നടന്നു. ദൈവനിയോഗമുള്ള നടത്തത്തിന് പോലും ഫലമുണ്ട്. വിശ്വസിച്ചോ? നടക്കാൻ പറഞ്ഞു. 6 ദിവസം നടക്കാൻ പറഞ്ഞു. അടുത്തത് 4-ാമത്തെ വാക്യം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് ഇപ്പൊ പറയുവാണ് പീപ്പി ഊതണമെന്ന്. നമ്മളത് കേൾക്കത്തില്ല, നമ്മൾ പറയത്തില്ല. അവരോട് പറയാം കാഹളം ഊതണമെന്ന്. അല്ല ദൈവമേ, തെറ്റിയോ? ഇവിടെയുള്ള പ്രശ്നം മാറാൻ ഞാൻ പീപ്പി ഊതിയാൽ നടക്കുവോ? എന്നോട് പീപ്പി ഊതാൻ പറഞ്ഞു, പുള്ളി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വചനം ദൈവസന്നിധിയിൽ കാഹളം എടുക്കണം. ആമേൻ. ആ കാഹളം ഊതുന്നതിലൂടെ, നടക്കുന്നതിലൂടെ. പിന്നെയോ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. 4-ാമത്തെ വാക്യം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ. അടുത്ത വാക്യം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും. ചുമ്മാ 7 പ്രാവശ്യം നടക്കണം. ഇങ്ങനെ നടക്കണമെന്ന്. പിന്നെ അടുത്ത വാക്യം ചിരി വരും. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. ഇതെന്താ നാടകമോ? ഇങ്ങനെ ചിരിക്കണമെന്ന്. ആർത്ത് ഇങ്ങനെയൊന്നുമല്ല. അത് ചിരിച്ചാൽ ഈ ബോക്സ് പൊട്ടിത്തെറിക്കും. ഞാൻ ചിരിച്ചാൽ ഭയങ്കര ചിരിയായി പോവും. ആർത്തട്ടഹസിക്കണമെന്ന്. ഞാൻ വളരെ സ്ലോയിൽ പതുക്കിയാ പറയും. നല്ല ശബ്ദമായതുകൊണ്ട്, നല്ല സംവിധാനം പുള്ളി തരുന്നതുകൊണ്ട് പതുക്കിയാ പറയുന്നത്. ആർത്തട്ടഹസിച്ച് നിങ്ങൾ ഉറങ്ങിയിരിക്കുന്നവർ ഞെടുങ്ങിപ്പോവും. ഇപ്പം പറയുക, ഈ മുമ്പിലത്തെ പ്രശ്നം മാറാൻ നിങ്ങൾ ചിരിക്കണം, നടക്കണം, പീപ്പി ഊതണം, കാഹള ഊതണം. എനിക്കിതൊന്നും വിശ്വാസമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തതിലൂടെ അവിടെ സംഭവിച്ചത് പ്രതീക്ഷിക്കാത്ത ദൈവപ്രവൃത്തിയാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ പറയുന്നു അവിടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ അവിടെ പേരെഴുതി കൊടുക്കണം, നിങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അവിടെ ഇങ്ങനെ പ്രാർത്ഥന, അവിടെ കുമ്പസാരം നടക്കുന്നു, അവിടെ കൗൺസിലിംഗ് നടക്കുന്നു, അവിടെ ദിവികാരുടെ കൗൺസിലിംഗ് നടക്കുന്നു, പല കാര്യം. ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ചില ദൈവപ്രവൃത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുന്നത്, നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുന്നത്. ഈ വചനം മുഴുവൻ പറയാൻ സമയമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ നടന്നതിലൂടെ, ഇങ്ങനെ കാഹളം മുഴക്കിയതിലൂടെ, ആർത്തട്ടഹസിച്ചതിലൂടെ, 7 പ്രാവശ്യം നടന്നതിലൂടെയൊക്കെ ബൈബിൾ വായിച്ച് 6-ാം അധ്യായം വായിച്ചു നോക്കിക്കോ. ചില വലിയ ദൈവപ്രവർത്തികൾ അവിടെ നടന്നു. അങ്ങനെയെങ്കിൽ ഈ തീരുമാനം തെറ്റല്ല. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയത്, പാടാൻ തോന്നിയത്, കൈ കൊട്ടാൻ തോന്നിയത്, കരം ഉയർത്താൻ തോന്നിയത്, എന്തൊക്കെയോ മേൽത്തരം വസ്ത്രമായത് ചിലതൊക്കെ ചേരാൻ സമയമായി എന്ന അർത്ഥം. പറഞ്ഞു നിർത്തുവാണ്. എന്നെ ദൈവം അനുഗ്രഹിക്കാൻ സമയമായെന്ന് ഭൂമിയിലുള്ള മനുഷ്യൻ എങ്ങനെ അറിയും? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനായി എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ദൈവം എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണെന്ന്? ദൈവം സ്വർഗത്തിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആരും പറയാതെ നിൻ്റെ മനസ്സിൽ നിന്ന് തോന്നാൻ തുടങ്ങും. ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് കുമ്പസാരിക്കണം, ഒന്ന് അനുദപിക്കണം, വചനം കേൾക്കണം, ഒന്ന് ആരാധിക്കണം, ഇന്ന് ഉച്ചവരെ പോയാലും വേണ്ടില്ല. അങ്ങനെ നിൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയോ, മേൽത്തരമായത് തുറന്നു തരാൻ ദൈവം അലമാരിയുടെ പിടിയെ പിടിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ച് ഞാനിത് പറഞ്ഞു നിർത്താം. ജെറീക്കോ പട്ടണത്തിൻ്റെ ചുറ്റുമതിൽ തകർത്ത് വീഴാൻ ദൈവത്തിന് ഈ വിരൽ പോരെ, ഈ വിരലും വേണ്ട, നോക്കിയാൽ പോരെ, ഒന്ന് ഊതിയാൽ പോരെ. പിന്നെ ഇതിനെ നടക്കാൻ പറഞ്ഞത് ദൈവത്തിനൊന്ന് നോക്കിയാൽ പോരെ, ഈ ചെറിയ വിരൽ അനക്കിയാൽ പോരെ, ആ മതിൽ താഴെ പോകൂലായിരുന്നോ?
പിന്നെ എന്തിനാ ദൈവം പറഞ്ഞു 7 പ്രാവശ്യം നടക്കണം, കാഹളമോദനം, അട്ടഹസിക്കണം? ദൈവനിയോഗത്തിൽ ചിലതൊക്കെ ചെയ്യുമ്പോഴാകുഞ്ഞേ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത്. വിലയുള്ളതിന് വില കൊടുത്തേ പറ്റൂ. വിലയുള്ളതിന് വില കൊടുക്കുമ്പോഴാ വിലയുള്ളത് നമ്മുടെ കയ്യിൽ വരുന്നത്. കണ്ണുകളടച്ച് ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിന് നന്ദി. മേൽത്തരമായതെന്തോ ദൈവം ഒരുക്കുന്നുണ്ട്. കണ്ണുകളെ ഒന്ന് അടച്ച്, കണ്ണുനീർ താഴ്വരയിൽ അല്ല, അതിന് താഴത്തെ വരിയുണ്ട്. എന്താ? കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധന. ഇത് രണ്ടും ഉള്ളവരുണ്ട് ഇവിടെയുണ്ട്. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ. സാരമില്ല, കാര്യം നടത്തി തരും. പറഞ്ഞ് കാര്യം നടത്തി തരും. എൻ്റെ കണ്ണുനീര് കാണുന്നവൻ്റെ കാര്യങ്ങളെ ഭംഗിയായി നടത്തി തരും. കൂരിരുൾ പാതയതോ പറഞ്ഞു ശോധനയോ കൂടിയിടും ശബ്ദമുയർത്തി ചേർന്ന് പാടിയേ. ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നീ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുവാണ്, ഞാനുണ്ട്. പറഞ്ഞേ, ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തി തരും. കാര്യം ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവനോടുകൂടെ ലാസറും വിരുന്നിനിരുന്നു എന്ന് വായിക്കുമ്പോൾ തൊട്ട് പിറകിലെത്തിയ അധ്യായത്തിൽ കല്ലറയ്ക്കകത്ത് ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധമായി കിടന്ന ആളാ വിരുന്നുമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ഇന്ന് നിന്റെ അവസ്ഥ ഈ എന്തുമാകട്ടെ, അടുത്ത അധ്യായത്തിൽ നിന്റെ അവസ്ഥ മാറുമെന്നല്ലേ എൻ്റെ അർത്ഥം. ആരെങ്കിലും വിചാരിച്ചായിരുന്നോ ഈ മരിച്ച് ഈ ശവമടക്കി അവൻ വിരുന്നുമേശയിൽ ഇരിക്കുമെന്ന്? നിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കി എല്ലാവരും പറയും ഇനി നിന്റെ അവസ്ഥ ശരിയാകാൻ പോകുന്നില്ല, ഇനി എങ്ങനെ നടക്കുക? പക്ഷെ പാട്ടുകാരൻ പാടി തന്നു, കണ്ണുനീർ കാണുന്നവൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ചേർന്ന് പാടാമോ? ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട്. തകർന്നു പോയവർ കേട്ടെ, തകർന്നു പോയവർ, പ്രതിസന്ധിയിലുള്ളവർ, മക്കളുടെ കാര്യം ഓർത്ത് വേവലാടിപ്പെടുന്നവർ, മനസ്സ് തകർന്നു പോയവർ, പൊട്ടിപ്പോയവർ, പരാജയപ്പെട്ടവർ, വേദനയുടെ ഉള്ളിൽ വേദന കടിച്ചമർത്തി നിൽക്കുന്നവർ എല്ലാവരും കേട്ടെ, നിന്മനമിളകാതെ, നിന്മനം പതറരുത്. നല്ല തമ്പുരാൻ കാര്യം നടത്തി തരുന്നേ. നല്ല തമ്പുരാൻ ചില മേൽത്തരം നല്ല വസ്ത്രം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന്. ചിലതൊക്കെ കയ്യിലും കാലിലും ജീവിതത്തിലൊക്കെ കയറി വരും. ചില നന്മയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കയറി വരും. അത് അനുഗ്രഹമായി കയറി വരും. നീ വചനം കേൾക്കാൻ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം തെറ്റിപ്പോയിട്ടില്ല. നിന്മനമിളകാതെ നിന്നോട് കൂടെ ശബ്ദമുയർത്തി പറഞ്ഞ് ഞാനുണ്ട്. ഒറ്റ പ്രാവശ്യം കൂടെ ഒന്ന് പാടിയേ. നിന്മനമിളകാതെ
പതരാതെ നിന്നോട് കൂടയൻ ഞാനുണ്ട്. പറഞ്ഞു, ഞാനുണ്ട് അന്ത്യം വരെ, ഞാനുണ്ട് അന്ത്യം വരെ. ആമേൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.